മഹത്വവും അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹം നിറഞ്ഞ വന്ദനത്തെ പ്രാരംഭ നിമിഷത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ വിലയേറിയ അഭിഷിക്തൻ പാസ്റ്റർ ഷാജു ശാമുൽ അവർകൾ തന്റെ കുടുംബം ദൈവം തന്നെ ഏൽപ്പിച്ച അനുഗ്രഹീതമായ ശുശ്രൂഷ, വിശേഷാൽ ബഥേൽ ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ ചർച്ച് എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 6ാമത്തെ ദിവസം നമുക്ക് വന്നെത്തുവാൻ ദൈവം കൃപ നൽകി. കഴിഞ്ഞ 5 ക്ലാസ്സുകൾ ശാന്തമായി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തി. ഇന്ന് ഈ 6ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്ഥലകാല പരിമിതി കൂടാതെ വണ്ണം നമ്മെ അറിയുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാദൈവം നമ്മോടൊപ്പമുണ്ട്. വ്യത്യസ്ത ഇടങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ദൈവവചനം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം അതിപ്രാധാന്യം അർഹിക്കുന്നതും അസാധാരണമാകയാൽ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി നമ്മെ പിന്നെയും വിധേയപ്പെടുത്താം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാഗമന കൂടാരത്തിന്റെ 2ാമത്തെ സ്ഥലം അല്ലെങ്കിൽ ആലയം, സാക്ഷാൽ ആലയത്തിന്റെ അകത്ത് നമുക്ക് പ്രവേശിക്കുവാൻ ദൈവം കൃപ നമുക്ക് തന്നു. പ്രാകാരത്തിൽ നിന്നുള്ള 2 വസ്തുക്കളെ കുറിച്ചുള്ള വിചിന്തനത്തിന് ശേഷമാണ് വിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിച്ചത്. വിശുദ്ധ സ്ഥലത്ത് വെക്കപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണവും അതിൻ്റെ മേൽ വെക്കപ്പെട്ട വസ്തു, അതായത് കാഴ്ചയപ്പം, അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുവാൻ, ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വിശുദ്ധ സ്ഥലത്ത് വെക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ മറ്റൊരു ഉപകരണത്തെ കുറിച്ചാണ്. മേശ കഴിഞ്ഞാൽ അതോടനുബന്ധിച്ച് വരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു ഉപകരണം, അതിന്റെ പേരാണ് കവരവിളക്ക്. സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തിലെ മേശയ്ക്ക് നേരെയായി തെക്ക് വശത്ത് ഈ വിളക്ക് വെച്ചിരിക്കുകയാണ്. ഈ വിളക്കിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് രാത്രി വചനത്തിന്റെ സഹായത്തോടു കൂടെ പഠിക്കേണ്ടത്. അതിനാധാരമായിട്ട് ഒരു വേദവാക്യം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് ആ വചനത്തെ ആസ്പദീകരിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദയവായി വായിച്ച് സഹായിക്കുന്ന പ്രിയപ്പെട്ട ദൈവപൈതൽ പുറപ്പാട് പുസ്തകം 25 അതിന്റെ 31 മുതൽ ഉള്ള വേദവാക്യമാണെങ്കിലും സമയത്തിന്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് 25-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം, ബുക്ക് ഓഫ് എക്സോഡക്സ് ചാപ്റ്റർ 25 വേഴ്സ് 31, ദയവായിട്ടൊന്ന് ഉറക്കെ വായിക്കാമല്ലോ. തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കണം. നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം. അതിന്റെ ചുവടും തണ്ടും പുഷ്പപുടകങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മളിവിടെ വായിച്ചു കേൾക്കപ്പെട്ട വേദവാക്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞൊരു വസ്തുത, തനി തങ്കം കൊണ്ട് ഒരു വിളക്കുണ്ടാക്കണം എന്ന് സ്വർഗത്തിലെ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുത്തു. മോശയോട് ദൈവം ഓരോ കാര്യങ്ങളും അതാത് സന്ദർഭങ്ങളിൽ വളരെ വ്യക്തമായും തിട്ടമായും അരുളി ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന ഈ മനോഹരമായ ഉപകരണം, അതായത് ഇതിന് കവരവിളക്ക് എന്നാണ് പേര്. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഇതിന്റെ പേരുകൾ നമുക്ക് പഠിക്കാം. ഈ വിളക്കിന് വാസ്തവത്തിൽ 4 പ്രധാനപ്പെട്ട പേരുകളാൽ ഇത് അറിയപ്പെടുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട പേരുകളാൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ വിളക്ക് നിർമ്മിച്ചത് തനി തങ്കം കൊണ്ടാണ്. നമുക്ക് അതിന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, ഇതിന് കൊടുത്തിരിക്കുന്ന പേര് നിലവിളക്ക് എന്നാണ്. നിലവിളക്ക് എന്നുള്ള പേര് കിട്ടുവാൻ കാരണം ഇത് നിലത്താണ് വെച്ചിരിക്കുന്നത്, മേശപ്പുറത്തല്ല, നിലത്താണ് വെച്ചിരിക്കുന്നത്. 2ാമത്തെ പേര് കവരവിളക്ക് എന്നാണ്. കവരവിളക്ക് എന്ന പേര് ബൈബിളിലുണ്ട്, നിലവിളക്ക് എന്ന പേര് ബൈബിളിലുണ്ട്. കവരവിളക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഈ വിളക്കിന് കവരങ്ങളുണ്ട്, ഇരുവശത്തും ശാഖകളുണ്ട്. നമ്മളത് പഠിക്കുമെന്ന്. അപ്പോൾ കവരങ്ങൾ ഉള്ളത് കൊണ്ട് ഇതിന് കവരവിളക്ക് എന്നാണ് മറ്റൊരു പേര്. 3ാമത്തെ പേരെന്ന് പറയുന്നത്
വിളക്ക് തണ്ടെന്നാണ്. വിളക്ക് തണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ അർത്ഥം ഇരുവശത്തും കവരങ്ങൾ അഥവാ ശാഖകൾ ഉണ്ടെങ്കിലും ഇതിനെ വഹിക്കുന്ന സാക്ഷാൽ ഒരു തണ്ട് ഇതിനുണ്ട്. ഒറ്റ തണ്ടേ ഉള്ളൂ. തണ്ടൊന്ന്, ശാഖകൾ ഇടതും വലതും വശത്തായിട്ട് 6 അപ്പോൾ ഈ ശാഖകളെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന തണ്ട് ഒന്നേ ഉള്ളൂ. ആ തണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ സാദൃശ്യം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വിളക്ക് തണ്ടെന്ന് പറയുവാൻ കാരണം ഈ സാക്ഷാൽ തണ്ട് ഈ വിളക്കുകളെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് വിളക്ക് തണ്ട് എന്നുള്ള പേരിനാൽ അറിയപ്പെടുന്നു. 4മതൊരു പേര് അത് തങ്കവിളക്ക് എന്നാണ്. നമ്മളതാണ് ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. തങ്കം കൊണ്ട് ഒരു വിളക്കുണ്ടാക്കണം. അപ്പോൾ തങ്കവിളക്ക് എന്നുള്ള പേര് കിട്ടുവാൻ കാരണം ഇത് തനി തങ്കം കൊണ്ട് നിർമ്മിതമായ വിളക്കാണ്. തനി തങ്കം. ഇതിൽ അല്പം പോലും വെള്ളിയോ താമ്രമോ മറ്റ് മരമോ ഒന്നും ഇതിൽ ചേർന്നിട്ടില്ല. പൂർണ്ണമായിട്ടും തങ്കം കൊണ്ട് നിർമ്മിതമായ ഒരു വസ്തു വിശുദ്ധ സ്ഥലത്തുണ്ടെങ്കിൽ അതിന്റെ പേര് കവരവിളക്ക് അഥവാ വിളക്ക് തണ്ട് അല്ലെങ്കിൽ നിലവിളക്ക്, അതുമല്ലെങ്കിൽ തങ്കവിളക്ക് എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ ദീപം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് തനി തങ്കം കൊണ്ടാണ് നിർമ്മിതമായത്. ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല. ഇത് വാസ്തവത്തിൽ വ്യത്യസ്ത വിഷയങ്ങൾക്ക് നിഴലായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കും. ഈ വിളക്ക് വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇത് കാണിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകത്തിലെ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്, ഈ വിളക്കിൽ 7 ദീപങ്ങളാണ്. 7 ദീപങ്ങളാണ്. 7 ദീപം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പേര് കേട്ടല്ലോ, 4 പേരിൽ ഒരു പേര് കവരവിളക്ക് എന്നാണല്ലോ. ഇടതുവശത്തും വലതുവശത്തും 3 ശാഖകൾ വീതമുണ്ട്. സെൻട്രലിൽ പോകുന്ന സാക്ഷാൽ തണ്ട് അല്ലെങ്കിൽ വിളക്ക് തണ്ട്. അപ്പൊ ഈ തണ്ടിലുള്ള ഒരു ദീപം, ഇരുവശത്തുമുള്ള 6 ശാഖകളിലൂടെയുള്ള 6 ദീപം. അങ്ങനെ മൊത്തത്തിൽ 7 ദീപങ്ങളാണ് കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ നമ്മൾ ശ്രദ്ധിക്കണം. 7 ദീപങ്ങൾ. വെളിപ്പാട് പുസ്തകം 4:5 വരുമ്പോൾ ഒന്ന് വേഗത്ത് വായിച്ചാൽ നന്നായിരിക്കും. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 5. വെളിപ്പാട് പുസ്തകം 4:5 നമ്മളവിടെ കാണുന്നത്, അവരുടെ തലയിൽ പൊൻകിരീടം, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. കൂടാരത്തിൽ പ്രകാശിക്കുന്ന 7 ദീപങ്ങൾ യോഹന്നാന്റെ ദർശനത്തിലെ 7 ദീപങ്ങൾക്ക് നിഴലാണ്. അപ്പോൾ ഇവിടെയും 7 ദീപങ്ങൾ. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ മഹാദൈവത്തിന്റെ സന്നിധിയിൽ പ്രകാശിക്കുന്നതും 7 ദീപങ്ങളാണ്. 7 എന്ന സംഖ്യ വാസ്തവത്തിൽ അത് പൂർണ്ണതയെ വളരെ വ്യക്തമായി കാണിക്കുന്ന സംഖ്യയാണ്. 7 ദൈവത്തിന്റെ സംഖ്യയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്കറിയാം, 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടികളെല്ലാം പൂർത്തീകരിച്ചു. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. യാതൊരു വേലയും ദൈവം ചെയ്തില്ല. അപ്പോൾ 7 എന്ന് പറയുന്നത് അതൊരു ദൈവിക സംഖ്യയാണ്. അത് ദൈവത്തിന്റെ പൂർണ്ണതയെ കാണിക്കുകയാണ്. ഇവിടെ 7 ദീപങ്ങളാണ് സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന വിളക്കിൽ നിന്ന് പുറപ്പെടുന്നത്. 7 ദീപങ്ങൾ. ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നമ്മൾ കണ്ട ദീപങ്ങളും 7 അപ്പോൾ യോഹന്നാൻ ദർശനത്തിൽ കണ്ട ആ ദീപങ്ങൾക്ക് നിഴലാണ് വാസ്തവത്തിൽ സമാഗമന കൂടാരത്തിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 7 ദീപങ്ങൾ. ഇനി നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത്, ഈ 7 ദീപങ്ങളെ പ്രവാചകനായ യെശയ്യാവ് 7 ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു. വായിക്കാൻ സമയം കുറവാണ് എങ്കിലും ഞാൻ റെഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് കുറിച്ചെടുക്കുന്നതിൽ തെറ്റില്ല. യെശയ്യാവിന്റെ പ്രവചനം 11-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഈ 7 ആത്മാക്കളെ കുറിച്ചും പറയുന്നു. ദയവായി കുറിച്ചെടുക്കുക. അപ്പോൾ സാവധാനത്തിൽ നിങ്ങൾക്ക് വായിക്കുവാൻ പറ്റും. ആ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ യെശയ്യാവ് പ്രവചിക്കുമ്പോൾ 7 ആത്മാക്കളെ കുറിച്ച് പറയുന്നല്ലോ. 1 യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, 3
വിവേകത്തിന്റെ ആത്മാവ്. 4, ആലോചനയുടെ ആത്മാവ്. 5, ബലത്തിന്റെ ആത്മാവ്. 6, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 7, യഹോവ ഭക്തിയുടെ ആത്മാവ്. അപ്പോൾ യെശയ്യാവ് 7 ആത്മാക്കളെ കുറിച്ച് വിശദീകരിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കണം, 7, 7, 7, 7 എന്നുള്ള സംഖ്യ വേദപുസ്തകത്തിൽ എണ്ണമറ്റ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ 7 എന്ന സംഖ്യ നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. നമുക്കിപ്പോൾ അത് പിടിക്കേണ്ട ആവശ്യമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. ഇങ്ങനെ ഈ മനോഹരമായ നിലവിളക്ക് നിർമ്മിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ ആ കൽപ്പന മനസ്സാ ഏറ്റെടുത്ത് ദൈവം പറഞ്ഞതുപോലെ അതിമനോഹരമായ ഒരു നിലവിളക്ക് പണിയുവാൻ സ്വർഗത്തിലെ ദൈവം മോശ മുഖാന്തരം ദൈവം കൽപ്പിക്കുകയും ദൈവം അത് നടപ്പിലാക്കുകയും ചെയ്തു. ഈ നിലവിളക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയേണ്ട 1-2 അത്യാവശ്യ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ വിളക്കുണ്ടാക്കുവാൻ വേണ്ടി ദൈവം കൽപ്പിച്ചപ്പോൾ പറഞ്ഞു, ഒരു താലന്ത് തങ്കം കൊണ്ട് വേണം, അല്ലെങ്കിൽ സ്വർണം കൊണ്ട് വേണം ഇത് പണിയുവാൻ. തങ്കം എന്നുള്ള പദം സ്വർണവുമായി ലിങ്ക്ഡ് ആണെങ്കിൽ പോലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. തങ്കം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്യുവറാണ്, മാറ്റുകൂടിയതാണ്. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വേർഡ് തന്നെ പ്യുവർ ഗോൾഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ തനി തങ്കം കൊണ്ട് നിർമ്മിതമായ വിളക്കാണ്. ഈ വിളക്ക് നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത് ഒരു താലന്താണ്. ഒരു താലന്ത് എന്ന് പറയുമ്പോഴത്തേക്കും 100 പൗണ്ടാണ്. 100 പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 45 കിലോ തൂക്കം വരുന്നുണ്ട്. അതായത് മറ്റൊരു കണക്ക് പറഞ്ഞാൽ 3000 ശേക്കൽ. ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 100 പൗണ്ട്, അതായത് 45 കിലോ. കുറച്ചും കൂടെ വ്യക്തമാക്കിയാൽ 3000 ശേക്കൽ. ഇത് കുറച്ചും കൂടെ വിശദമായി ഇന്നത്തെ നമ്മുടെ രീതി വെച്ച് പഠിച്ചാൽ 6000-ലധികം പവൻ. 6000-ലധികം പവൻ. 6000-ലധികം പവൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ന്യായമായ വില വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് 60 കോടി രൂപയിലധികമാകുന്നു ആ ഒരൊറ്റ വിളക്കിന്റെ വില. വളരെ ശ്രദ്ധിക്കണേ. സ്വർഗത്തിൽ ദൈവം കൊടുത്ത കൽപ്പനയ്ക്കൊത്തവണ്ണം നിർമ്മിക്കപ്പെട്ട വിളക്കിന്റെ വിലയെന്ന് പറഞ്ഞാൽ നിസാരമല്ല. ഇത്രയും വിലപിടിപ്പുള്ള വസ്തുവിനെയാണ് സ്വർഗത്തിലെ ദൈവം മനോഹരമായി പണിത് ആലയത്തിന്റെ അകത്ത് കൊണ്ടുവയ്ക്കുവാൻ കൽപ്പിച്ചത്. പിടികിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ നിലവിളക്ക് ആരാണ്, എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. നേരെ വരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. വെളിപ്പാട് പുസ്തകം 1:20 പെട്ടെന്ന് വായിച്ചേ. എന്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരായിരിക്കുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാര്. വായിച്ചു തീർന്നില്ല, ഞാൻ വായിപ്പിക്കാം, ഒന്ന് ശ്രദ്ധിക്കണേ. 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാര്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 7 സഭകളുടെ ശുശ്രൂഷകന്മാര്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 7 സഭകളിലെ പാസ്റ്റർമാര്. അപ്പോൾ സഭയുടെ ശുശ്രൂഷകന്മാർക്ക് കൊടുത്തിരിക്കുന്ന മഹനീയമായ പേരുകളിൽ ഒരു പേര് നക്ഷത്രം എന്നാണ്. നമ്മൾ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നക്ഷത്രത്തെ പിടികിട്ടുമോ? പിടികിട്ടത്തില്ല. നക്ഷത്രത്തിന്റെ പ്രകാശം വർണ്ണിക്കുവാൻ പറ്റുമോ? പറ്റത്തില്ല. നക്ഷത്രം വസിക്കുന്നത്, പാർക്കുന്നത് എവിടെ, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് ഒരു ചെറിയൊരു വിശദീകരണം പറഞ്ഞു തരാം. ചെറിയൊരു വിശദീകരണം സയന്റിഫിക്കലി. ശ്രദ്ധിക്കണം. നമ്മുടെ ഭൂമിക്ക് ഏറ്റവും സമീപത്ത് നിൽക്കുന്ന ഗോളം എന്ന് പറയുന്നത്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗോളം ചന്ദ്രനാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും 2,38,000 മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ കണക്കനുസരിച്ച്. അത് കഴിഞ്ഞാൽ ശുക്രൻ ഭൂമിയിൽ നിന്നും 3 കോടി മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ചൊവ്വയാണ്. ചൊവ്വ എന്ന ഗോളം ഭൂമിയിൽ നിന്നും 4.5 കോടി മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും വലിയ വെളിച്ചം എന്നറിയപ്പെടുന്ന സൂര്യനാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ നമ്മുടെ ഭൂമിയിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന അകലം 9.5 കോടി മൈൽ അകലെ. അതൊരു വൻ ആണവ നിലയമാണ്. അവിടെ ചെന്നാൽ ആവശ്യമുള്ള ഹീലിയം കൊണ്ടുവരാമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഈ സൂര്യനും കൂടെ കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രഗോളങ്ങളുടെ പൂരമാണ്. നക്ഷത്രഗോളത്തിന്റെ കണക്ക് ഇന്നത് വരെ കംപ്ലീറ്റ് തിട്ടപ്പെടുത്തുവാൻ ഒരു ശാസ്ത്ര ലോകത്തിനും കഴിഞ്ഞിട്ടില്ല. എണ്ണമറ്റ നക്ഷത്രങ്ങൾ. ഇത് നിൽക്കുന്നത് എവിടെന്നറിയണ്ടേ? ഭൂമിയുടെ ഏറ്റവും അരികത്ത് നിൽക്കുന്ന നക്ഷത്രം, ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം. ആ നക്ഷത്രത്തിന്റെ അകലം തന്നെ ഭൂമിയിൽ നിന്ന് 26 ലക്ഷം കോടി മൈൽ അകലെ. 26 ലക്ഷം കോടി മൈൽ അകലെ. ഇത്രയും അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രഗോളമാണ്. അതിനപ്പുറം അകലെ കോടി നക്ഷത്രങ്ങളാണ് നിൽക്കുന്നത്. നമ്മുടെ ഭക്തകവി സൈമൺ സാറിന്റെ കവിതകൾ, ഗാനങ്ങൾ പരിശോധിച്ചാൽ പാടാനും പറയാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ അർത്ഥസമ്പുഷ്ടമെന്നറിയാമോ? ആ മഹാനായ കർത്തൃദാസൻ എഴുതി വെച്ച അനുഗ്രഹീതമായ ഒരു ഗാനത്തിന്റെ ഈരടി ഇങ്ങനെയാണ്: 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം ഊഹിക്കാവതോ എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഞാനിവിടെ പറഞ്ഞത് നക്ഷത്രം എന്നാണ്. നമ്മൾ നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ നിസ്സാരമായി കാണരുത്, കരുതരുത്. നക്ഷത്രങ്ങളുടെ കൂട്ടം, അതിനാണ് വാസ്തവത്തിൽ സൗരയൂഥ കുടുംബ സോളാർ ഫാമിലി എന്നറിയപ്പെടുന്നത്. നക്ഷത്രങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ 5 or 10 അല്ല, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടം. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഈ നക്ഷത്രത്തിന്റെ അകലം, അതിന്റെ വലിപ്പം, അതിന്റെ ദൂരം, അതിന്റെ പ്രകാശം, ഇതെല്ലാം വർണ്ണനാതീതം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം സഭയുടെ ശുശ്രൂഷകന്മാരായി കണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥാന പേരെന്ന് പറയുന്നത് നക്ഷത്രമാണ്. അപ്പോൾ വലം കൈയിൽ കണ്ട 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരും. അടുത്ത് വായിച്ചേ. 7 നിലവിളക്ക് 7 സഭകളും ആകുന്നു എന്ന് കൽപ്പിച്ചു. 7 നിലവിളക്ക് 7 സഭകളാണ്. അപ്പോൾ സമാഗമന കൂടാരത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന നിലവിളക്കിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ആ നിലവിളക്കിനെ ദൈവസഭയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നിലവിളക്ക് സഭയാണ്. 7 നിലവിളക്കുകൾ 7 ലോക്കൽ ചർച്ചസ് ആണ്. 7 സഭയില്ല, കർത്താവിന് ഒറ്റ സഭയേ ഉള്ളൂ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് യേശു പറഞ്ഞത്. ഇപ്പൊ ഇവിടെ 7 സഭകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 7 ലോക്കൽ ചർച്ചസ്. ലോക്കൽ ചർച്ചസ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള എൻ്റെ അർത്ഥം, പ്രാദേശിക സഭകൾ. ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൊറ്റാമം എന്ന പ്രാദേശിക സ്ഥലത്താണ്. ആ കൊറ്റാമ സ്ഥലം സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ലോക്കൽ ചർച്ച് എന്നാണ്. ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവസഭകൾ, ലോക്കൽ ചർച്ചസ് ലോകമെമ്പാടുമുണ്ട്. ഇതെല്ലാം കൂടെ ശേഖരിച്ച് ഒറ്റ കുടയുടെ കീഴിൽ വരുമ്പോൾ അത് ഒരൊറ്റ സാർവത്രിക സഭ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചർച്ച്. അതാണ് വാസ്തവത്തിൽ ദൈവസഭ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം എന്നറിയപ്പെടുന്ന സാക്ഷാൽ മണവാട്ടി. ഓക്കെ, അപ്പോൾ സഭ നിലവിളക്കുമായി ബന്ധപ്പെടുത്തിയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ 7 സഭകൾ നിലവിളക്കുകളുമായി താരതമ്യം ചെയ്താണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിലവിളക്കിന്റെ ജോലി എന്താ? നമുക്കത് പഠിക്കാനുള്ളതാണ്. നിലവിളക്കിന്റെ ജോലി എന്ന് പറയുന്നത് നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ദയവായി ദൈവസഭ ഒരു കാര്യം തിരിച്ചറിയണം. ഈ ഭൂമിയിൽ എത്ര നാള് സഭ ഉണ്ടായിരിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റത്തില്ല. സഭ എന്ന് പറഞ്ഞാൽ ഞാൻ, നിങ്ങൾ. ഓക്കെ, വി ആർ ദ ചർച്ച്. ഓൾ റൈറ്റ്, നമ്മളാണ് സഭ. എന്താ തെളിവ്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭയെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നറിയപ്പെടുന്ന പുതിയ നിയമ സഭയുടെ ജോലി പ്രകാശിച്ചു കൊണ്ടിരിക്കുക, അഥവാ കത്തിക്കൊണ്ടിരിക്കുക. ഓൾ റൈറ്റ്, സഭയ്ക്ക് പ്രകാശിക്കുവാൻ പറ്റുമോ? സഭയ്ക്ക് ഇങ്ങനെ കെടാതെ പ്രകാശിക്കുവാൻ പറ്റുമോ? പറ്റും. എന്താ കാര്യം? സഭയാകുന്ന നിലവിളക്കുകൾക്ക് അല്ലെങ്കിൽ നിലവിളക്കിന് സാക്ഷാൽ കാന്തനാകുന്ന സഭയുടെ മണവാളനുണ്ട്. എവിടെയുണ്ട്? സഭയുടെ നടുവിലുണ്ട്. തെളിവ് വെളിപ്പാട് പുസ്തകം 1:14. ഒന്ന് വായിച്ചാലും. വെളിപ്പാട് 1:14. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആകുന്നു. ഐ എം സോറി, 14-ാം വാക്യമല്ല, 13-ാം വാക്യം. ഒരു വാക്യത്തിന് മുൻപില്.
തിരിഞ്ഞപ്പോൾ 7 വിളക്കുകളും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനുമായി മനുഷ്യപുത്രനോ സദൃശനെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. നോക്കണം എത്ര ഭംഗിയായി കൊടുത്തിരിക്കുന്നു. തിരിഞ്ഞപ്പോൾ 7 നില വിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. നമ്മുടെ കർത്താവ് നിലവിളക്കുകളുടെ നടുവിൽ. കണ്ടോ? 2 3 പേർ എന്റെ നാമത്തിൽ ഏക മനസ്സോടെ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് വാസ്തവത്തിൽ ഇന്നും കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സഭയുടെ നടുവിലാണ്. അതുകൊണ്ടാണ് സഭ ഇത്ര മനോഹരമായിട്ട് പ്രകാശിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വാമി വിവേകാനന്ദ, അദ്ദേഹം ഇന്ത്യക്കാരനാണ്. സ്വാമി വിവേകാനന്ദ മരിച്ചു തന്റെ 39ാമത്തെ വയസ്സിൽ. ഈ സ്വാമി വിവേകാനന്ദയെ കുറിച്ച് തന്റെ അനുയായികൾ പറഞ്ഞത് ഭാരതത്തിന്റെ വെളിച്ചമെന്നാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്വാമി വിവേകാനന്ദയെ കുറിച്ച് അനുയായികൾ പറഞ്ഞത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വെളിച്ചമെന്നാണ്. നേരെ മറിച്ച് ഗൗതമ ബുദ്ധ, ബുദ്ധനെ കുറിച്ച് ബുദ്ധന്റെ അനുയായികൾ പറഞ്ഞത് ഏഷ്യയുടെ വെളിച്ചമെന്നാണ്. ബുദ്ധൻ ഏഷ്യയുടെ വെളിച്ചം. ഇത് രണ്ടും അവര് പറഞ്ഞതല്ല, ജനം പറഞ്ഞതാണ്, അനുയായികൾ പറഞ്ഞതാണ്. നേരെ മറിച്ച് നമ്മൾ തിരുവഴുത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനമാണ്. യേശു പറഞ്ഞ വാക്ക് ഞാൻ ഭാരതത്തിന്റെ വെളിച്ചം എന്ന് മാത്രമല്ല, ഏഷ്യൻ കോണ്ടിനെന്റിന്റെ മാത്രം വെളിച്ചമെന്നല്ല. യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇത് യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഭയുടെ നടുവിൽ ലോകത്തിന്റെ വെളിച്ചമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വെളിച്ചമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സഭയുടെ കാന്തനായ ക്രിസ്തു സഭയെ നോക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 14ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണ വേളയിൽ യേശു പുരുഷാരത്തെ ശിക്ഷകണങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുന്നതല്ല. അപ്പോൾ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷ കരസ്ഥമാക്കി യേശുവിനെ അനുഗമിക്കുന്ന ഏതൊരുവനും അവൻ ലോകത്തിന്റെ വെളിച്ചമായിട്ട് പ്രകാശിക്കണം. അപ്പോൾ നോക്കണമേ, ഈ നിലവിളക്ക് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആലയത്തിന് പ്രകാശം കൊടുക്കുന്ന അതിമനോഹരമായ അതിമഹനീയമായ ഒരു ഉപകരണമാണ് ഈ വിളക്ക്. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ദൈവസഭയാകുന്ന ഈ നിലവിളക്ക് ഒരു കാരണത്താലും കെട്ടുപോകാൻ പാടില്ല, കത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. ഇനി 1-2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഈ വിളക്കിനെ സ്വർഗത്തിലെ ദൈവം നിർമ്മിക്കുവാൻ പറഞ്ഞ വ്യവസ്ഥ ഒന്നെടുത്ത് സംഖ്യാപുസ്തകം നമ്പേഴ്സ് 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. സംഖ്യ 8:4 ഒന്ന് വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു. നിലവിളക്കിന്റെ പണിയോ അത് പൊന്നുകൊണ്ട് അടിച്ചുണ്ടാക്കിയതായിരുന്നു. അതിന്റെ ചുവട് മുതൽ അത് പൊന്നുകൊണ്ട് അടിച്ചുണ്ടാക്കിയതായിരുന്നു. കുറച്ച് ലളിതമായി പറഞ്ഞാൽ മറ്റു പല വാക്യങ്ങളിലുണ്ട് കേട്ടോ. എല്ലാ വാക്യങ്ങളും എടുക്കാൻ സമയത്തിന്റെ കുറവ് കൊണ്ടാണ് അത്യാവശ്യം ഒറ്റ വാക്യം മാത്രം പറഞ്ഞു വിടുന്നത്. നമ്മൾ മറ്റു പല ഭാഗത്തും കാണുന്നുണ്ട് അടിച്ചു ഉണ്ടാക്കിയ അല്ലെങ്കിൽ അടുപ്പ് പണി അടിച്ച് പണിതതാണ് എന്ന് പറഞ്ഞാൽ ബീറ്റൺ വർക്ക് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ബീറ്റൺ വർക്ക്. ഈ സ്വർണ്ണക്കട്ടി ഉണ്ടല്ലോ, 45ഓളം കിലോ തൂക്കം വരുന്ന ഈ സ്വർണ്ണക്കട്ടിയെ തീയിലിട്ട് ശരിക്കും പഴുപ്പിച്ച് ഇതിനെ അതിന്റെ വേലക്കാരെ അടിച്ചടിച്ച് നീണ്ട നാളത്തെ അടിയുടെ ഫലമായി അടി കൊണ്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇരുവശത്തും മനോഹരമായ 6 ശാഖകളോടുകൂടെ നടുവിൽ ഒരു സാക്ഷാൽ തണ്ടോടുകൂടെ മനോഹരമായ മുട്ടുകളും പുഷ്പങ്ങളും ഉള്ള രീതിയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല തണ്ടുള്ള
നിലത്ത് വച്ചാൽ അവിടെ തന്നെ ഇരിക്കുവാൻ പാകത്തിനുള്ള ഒരു വിളക്കായി തീർന്നു. ഇത്ര മനോഹരമായൊരു വിളക്കായി തീരുവാൻ വാസ്തവത്തിൽ എന്തുമാത്രം അടികൊണ്ടെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തെ പ്രകാശിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ വന്നത് ചുമ്മാ ഇനി ഇറങ്ങി വന്നതല്ല. അരിമനാഥൻ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ തന്റെ 33.5 തിരുവയസ്സിൽ താൻ അനുഭവിച്ച വ്യതകൾ കണ്ടോ? തന്റെ ശരീരത്തിൽ മർത്യ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടികൾക്ക് എണ്ണമില്ല. കന്നത്തടിച്ചു, തന്റെ പുറം അടിച്ച് ഉഴവുചാലു പോലെ നീളത്തിൽ കീറിയെന്നാണ്. ഉഴവുചാലുകൾ പോലെ, അതായത് ഉഴവുകാര് പാടം ഉഴുതുമറിക്കും പോലെ അടിച്ച് നീളത്തിൽ കീറി. ഇതെല്ലാ കഷ്ടപ്പാടുകളും കർത്താവ് സഹിച്ചത് എന്തിനെന്നറിയാമോ? ഒരനുഗ്രഹിക്കപ്പെട്ട പുതിയ നിയമ സഭയെന്നറിയപ്പെടുന്ന ഒരു മണവാട്ടിയെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയാണ്, ഒരു മണവാട്ടിക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ് കർത്താവ് ഈ കഷ്ടതകളെല്ലാം സഹിച്ചത്. അങ്ങനെയാണെങ്കിൽ ദയവായി ദൈവമക്കളാകുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അരിമനാഥൻ നമുക്ക് വേണ്ടി ഇതെല്ലാ അടികളും കൊണ്ട് സഹിച്ച്, ആ അടികളെല്ലാം നമുക്ക് വേണ്ടി അനുഭവിച്ച്, മുറിവേറ്റ്, തകർക്കപ്പെട്ട്, താൻ നമുക്ക് വേണ്ടി ചിന്തിയ ആ പരിശുദ്ധ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ വിലകളാണ് നമ്മൾ എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മൾ സാധാരണക്കാരല്ല. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടർ ഭൂമിയിലുണ്ടെങ്കിൽ അവരുടെ പേരാണ് വിശുദ്ധന്മാരുടെ സംഘം എന്നറിയപ്പെടുന്ന പുതിയ നിയമസഭ, അഥവാ യേശുക്രിസ്തുവിന്റെ മണവാട്ടി. ഓക്കെ, അപ്പോൾ അടുപ്പ് പണിയായിട്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. വല്ലവരും ഇതിനെ ഒരറ്റത്ത് പൊട്ടിയെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും സംഭവിക്കത്തില്ല. ഇത് വെൽഡ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെൽഡിങ് ചെയ്ത് പിടിപ്പിച്ച സാധനം അല്ല പുതിയ നിയമസഭ. ഓക്കെ, ഈ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഒരറ്റം അടിക്കുമ്പോൾ മറ്റേ അറ്റം മുറിഞ്ഞ് അടർന്നങ്ങ് പോകുന്നത്. ഇതങ്ങനെ മുറിയത്തില്ല. ഇത് മുറിയണമായിരുന്നെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ മുറിയേണ്ടതായിരുന്നു. എത്ര ക്രൂരന്മാരായ ചക്രവർത്തിമാരെന്നറിയാമോ അടിച്ചത്? നീറോ, ഡൊമീഷ്യൻ, വലേറിയൻ, ട്രാജൻ, ഡയോക്ലീഷ്യസ്, ഇങ്ങനെ തുടങ്ങിയുള്ള എത്ര കിരാതന്മാരായ നിഷ്ഠൂരന്മാരായ ഭരണാധികാരികൾ വിശുദ്ധന്മാരെ അങ്ങേയറ്റം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ഈ പ്രസ്ഥാനം അഥവാ ദൈവസഭ തകർന്നു പോകാത്തത്, മുറിഞ്ഞു പോകാത്തത്, അടർന്നു വീഴാത്തത്, ഇത് പണിതത് എവിടെ നിന്നറിയാമോ? ദൈവ ക്രോധാഗ്നിയിലൂടെയാണ് വെന്ത് പുറത്തു വന്നത്. ഇത് ക്രിസ്തുവാണ് രൂപം കൊള്ളിച്ചത്. ഇത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളാണ്. അതുകൊണ്ട് ലോകത്തിൽ ഒരു പ്രസ്ഥാനത്തിനും പുതിയ നിയമസഭ എന്നറിയപ്പെടുന്ന സ്വർഗീയ സ്ഥാപനത്തെ നശിപ്പിക്കുവാൻ പറ്റത്തില്ല. യേശുവിന്റെ വാക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മത്തായി 16:18 നിങ്ങൾ മനഃപ്പാടമാക്കണം, ബൈഹാർട്ട് ചെയ്യണം. നമുക്ക് എല്ലാ വാക്യങ്ങളും ബൈഹാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം പറ്റിയാൽ ഏറ്റവും നല്ലത്, സന്തോഷം. പക്ഷെങ്കിൽ അല്പം ചില വാക്യങ്ങളെങ്കിലും നമ്മൾ മനഃപ്പാടമാക്കണം. അതിലൊന്നാണ് യേശുവിന്റെ വാക്ക് സഭയെക്കുറിച്ച്: ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. എത്രയെത്ര വൻകിട ശക്തികൾ, പാതാള ഗോപുരങ്ങൾ എഴുന്നേറ്റു സഭയ്ക്കെതിരായിട്ട്. സഭയെ തൊടാൻ പറ്റിയില്ല, സഭയെ പീഡയിലൂടെ കടത്തിവിട്ടു, സഭയെ തകർക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പൗലൂസ് പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചിരിക്കുന്ന ഒരു വസ്തുത അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പൗലൂസ് പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് വിശുദ്ധിക്ക് വേണ്ടി വേർപാടോടുകൂടെ നിലകൊള്ളുന്ന ദൈവമക്കൾക്ക് ഇത്രയേറെ വിപത്ത്, കഷ്ടതകൾ, വേദനകൾ, രോഗങ്ങൾ, മാരകവ്യാധികൾ, പ്രതികൂലങ്ങൾ ഒന്നിന്റെ പുറകെ ഒന്ന് വരുവാൻ കാരണം? വളരെ ശ്രദ്ധിക്കണം. പൗലൂസ് പറഞ്ഞു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അതിനുവേണ്ടി തീരുമാനമെടുത്ത് ഇറങ്ങിത്തിരിച്ച, ക്രൂശിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ കഷ്ടം ഉണ്ടെന്നാണ് യേശു പഠിപ്പിച്ചത്. യേശുവിന്റെ വാക്ക്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും, കണ്ടോ ആ വാക്ക്, എങ്കിലും. കഷ്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്കിലും എന്നുള്ള പദം വന്നപ്പോഴത്തേക്ക് ആ കഷ്ടത ഇതിന്റെ അടിയിലങ്ങായിപ്പോയി. ആ കഷ്ടത പിന്നെ വിഷയമല്ല. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഓക്കെ, ലോകത്തെ ജയിച്ച ജയാളിയായ ഒരുവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ വാസ്തവത്തിൽ
നമുക്ക് അത് സാരമില്ല. അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള ഈ വിളക്കിനെ അടിപ്പ് പണിയായിട്ട് അടിച്ച് പണിതെടുത്ത മനോഹരമായ ഒരു ഉപകരണമാണ് കവരവിളക്ക് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക വസ്തുത, ഈ വിളക്ക് നമ്മൾ പഠിച്ചൊരു ഒരു പേരാണ് വിളക്ക് തണ്ട്. ഈ സെൻട്രൽ കൂടെ പോകുന്നില്ല തണ്ട്, വാസ്തവത്തിൽ ഈ തണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. തണ്ട് ശാഖകളെ വഹിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം, തണ്ട് ശാഖകളെ വഹിക്കുന്നു. ശാഖകൾ തണ്ടിനെ അല്ല വഹിക്കുന്നത്, തണ്ട് ശാഖകളെ വഹിക്കുന്നു. ഈ തണ്ടിൽ നിന്നാണ് ഇരുവശത്തും ശാഖകൾ, 3 ശാഖകൾ പുറപ്പെടുന്നത്. ശാഖകൾ പുറപ്പെട്ടിട്ട് സാക്ഷാൽ തണ്ടിനോടൊപ്പം അതേ ലെവലിൽ നിൽക്കുകയാണ്, അത് കഴിഞ്ഞ് കയറി പോയിട്ടില്ല. അപ്പോൾ തണ്ടിന്റെ ജോലി ശാഖകളെ വഹിക്കുക. തണ്ടിൽ നിന്നാണ് ശാഖ പുറപ്പെട്ടത്. ഈ ലോകത്തിൽ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെട്ടത് യേശുക്രിസ്തുവിൽ നിന്നാണ്. യേശുക്രിസ്തു എന്ന ലോകരക്ഷകൻ മുഖാന്തരമാണ് പുതിയ നിയമസഭ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥാപനം ഭൂമുഖത്ത് പ്രത്യക്ഷമായി രൂപം കൊണ്ടത്. അപ്പോൾ ശാഖകൾ തണ്ട് വഹിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാളിക മുറിയിലെ പ്രഭാഷണമാണ് യോഹന്നാന്റെ സുവിശേഷം. ശരിക്കും പറഞ്ഞാൽ 13-ാം അധ്യായം മുതലാണ് 13, 14, 15, 16, 17. ഇതിനെ വീണ്ടും വ്യത്യസ്തമായി തിരിക്കുന്നുണ്ട്. അപ്പോൾ മാളിക മുറിയിലെ പ്രഭാഷണ പരമ്പര നടക്കുമ്പോൾ 15-ാം അധ്യായം, ആ 15-ാം അധ്യായത്തിലേക്ക് യേശു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങളിൽ ഒന്നായ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊമ്പുകൾ. ഇനി 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നു, എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നിൽ വസിക്കാതെ സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കണ്ടോ, തണ്ടിൽ നിന്ന് ശാഖകൾ പുറപ്പെട്ടു. ശാഖയിൽ നിന്ന് തണ്ടല്ല, തണ്ട് ക്രിസ്തുവിനെ കാണിക്കുന്നു. ക്രിസ്തുവിൽ നിന്നാണ് ശാഖകളാകുന്ന ദൈവജനം വാസ്തവത്തിൽ വസിച്ചുകൊണ്ട് പ്രകാശം കൊടുക്കേണ്ടത്. ഇനി ഈ തണ്ടിൽ നിന്നും ശാഖകൾ പുറപ്പെട്ടത് കൊണ്ട്, തണ്ടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, വസിക്കുന്നത് കൊണ്ട് ഒരുപോലെ പ്രകാശം കൊടുക്കാൻ പറ്റുന്നു, ഒറ്റുപോലെ പ്രകാശം കൊടുക്കാൻ പറ്റുന്നു. 7 ദീപങ്ങൾ ഒരുപോലെ അങ്ങ് കത്തി നിൽക്കുകയാണ്. കണ്ടോ എത്ര മനോഹരമെന്ന് പറയാമോ? ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, എനിക്കതിന്റെ ചിത്രം കാണിച്ച് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ അകലെയാണല്ലോ. ഇവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കാം. അത്രയ്ക്കും എനിക്കത് വരച്ച് പഠിപ്പിക്കേണ്ട സെറ്റപ്പ് അറിയത്തില്ല. ഞാനതിൽ ഖേദിക്കുന്നു. അതൊന്ന് കാണിച്ച് പഠിപ്പിക്കേണ്ടതായിരുന്നു. ആ കവരവിളക്ക് നിങ്ങൾ ഗൂഗിളിൽ കയറി കാൻഡിൽ സ്റ്റിക്ക് എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാൻഡിൽ സ്റ്റിക്ക് ഇൻ ദ ബൈബിൾ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഇമേജ് കിട്ടും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിക്കണേ, സാക്ഷാൽ ആ തണ്ടെന്ന് പറയുന്നത് നടുവിലാണ്, സെൻട്രലാണ് തണ്ട്. അതിന്റെ ഇരുവശത്ത് ശാഖകളാണല്ലോ. ഈ ശാഖകളെ നിങ്ങൾ പഠിച്ചു നോക്കണം. ശാഖകൾ 3, ഓരോ വശത്തുള്ള 3 + 3 = 6 ശാഖകള്, ചെറുതും വലുതുമായ 6 ശാഖകള്. ചെറുതും വലുതും എന്ന് പറയാൻ കാര്യം, ഓരോ വശത്തും താഴേന്ന്, പിന്നെ അതിന്റെ മുകളിൽ നിന്ന്, പിന്നെ അതിന്റെ മുകളിൽ നിന്ന്, അങ്ങനെ വരുമ്പോഴത്തേക്കും ശാഖകൾക്ക് വലിപ്പ ചെറുപ്പമുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം, വിശ്വാസികളായ നമുക്ക് വലിപ്പ ചെറുപ്പമുണ്ട്. എങ്ങനെ? ശരീരം കൊണ്ടും നമ്മുടെ പദവി കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവം ഏൽപ്പിച്ച ദൗത്യ നിർവഹണം കൊണ്ടും നമുക്ക് വലിപ്പ ചെറുപ്പമുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വസിക്കുന്നത് കൊണ്ട് അവിടെ ദീപം 7 ഒരുപോലെ പ്രകാശിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വലിപ്പ ചെറുപ്പം ഇല്ല. ഇനി മറ്റൊരു വസ്തു നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ശാഖകൾ ഇങ്ങനെ തണ്ടിൽ നിന്നാണല്ലോ പുറപ്പെടുന്നത്. തണ്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അല്പം വളവുണ്ട്, ഒരു ചെറിയ ബെൻഡുണ്ട്. എല്ലാ ശാഖകൾക്കും ഉണ്ട്, പക്ഷെങ്കിൽ തണ്ടിനില്ല. നമ്മൾ യേശുക്രിസ്തുവിനെ തിരിച്ചും മറിച്ചും തിരിച്ചും എങ്ങനെ പഠിച്ചാലും
യേശുക്രിസ്തുവിൽ ഒരു ഊനവും ഇല്ല. ഒരു ഊനവുമില്ലാത്ത കഥാപാത്രം ഉലകത്തിലുണ്ടെങ്കിൽ നസറേനായ യേശുക്രിസ്തു മാത്രം. ഇവൻ ചെയ്ത ദോഷം എന്തെന്ന് റോമൻ ഭരണാധികാരി പിലാത്തോസിന്റെ ചോദ്യത്തിന് മുമ്പിൽ ആർക്കും യേശുക്രിസ്തുവിന്റെ ഒരു കുറ്റവും വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. യേശുവിൽ ഒരു ഊനവും ഇല്ല. അപ്പോസ്തലന്മാരുടെ വാക്കുകൾ കേൾക്കണം. അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പാപവും അറിയാത്ത, പാപം ചെയ്യാത്ത, പാപം പ്രവർത്തിക്കാത്ത, തീർത്തും പരിശുദ്ധനായ ആ സാക്ഷാൽ ക്രിസ്തുവിലാണ് ബലഹീനരായ നമ്മൾ വസിക്കുന്നത്. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. നമ്മെ പഠിച്ചു നോക്കിയാൽ എവിടെ നോക്കിയാൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബെൻഡുണ്ട്, എവിടെയെങ്കിലും ഒരു ചെറിയ ബെൻഡുണ്ട്. എന്തെങ്കിലും ഒരു കുഞ്ഞു കുഴപ്പമുണ്ട്. ആ കുഴപ്പം ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിതം നയിപ്പാൻ സഹായിക്കുന്നത് സാക്ഷാൽ തണ്ടാകുന്ന ക്രിസ്തുവിൽ നമ്മൾ വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളോട് ഇതിന്റെ ഇടയ്ക്ക് ഒരു വാക്കെനിക്ക് പറയുവാനുള്ളത്, പ്രിയരെ, ജീവിതത്തിൽ എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഒരു കാര്യം ഓർത്തുകൊള്ളണം, സ്വർഗത്തിലെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. പൗലൂസിന്റെ വാക്ക് ശ്രദ്ധിക്കൂ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതാക്കിയിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിലാണ് വസിക്കുന്നത്. ക്രിസ്തുവാകുന്ന സാക്ഷാൽ തണ്ടിലാണ് ചേർന്ന് നിൽക്കുന്നത്. ഒട്ടിച്ചു വച്ചിരിക്കുന്നതല്ല, അടുപ്പ് പണിയായി പണിതത് കൊണ്ട് നമ്മൾ സ്ഥിരമായി സ്ഥായിയായി ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ വിട്ട് പോകാതിരുന്നാൽ മാത്രം മതി. കർത്താവ് നമ്മെ കരുതിക്കൊള്ളും, കർത്താവ് നമ്മെ നോക്കിക്കൊള്ളും. എന്ത് കഷ്ടത വന്നാലും കർത്താവ് നമ്മെ കൈവിടത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വിളക്ക് തണ്ട് സാക്ഷാൽ ക്രിസ്തുവിനെ കാണിക്കുമ്പോൾ ഈ ശാഖകൾ വിശ്വാസികളെ കാണിക്കുന്നു, അല്ലെങ്കിൽ സഭയെ കാണിക്കുന്നു. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നേരത്തെ കണ്ടല്ലോ, എന്താ കണ്ടത്? നിലവിളക്കിട നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി. അപ്പോൾ കർത്താവ് നടുവിലാണ്. നമ്മൾ ചിന്തിച്ചു, നടുവിൽ വാസം ചെയ്യണമെങ്കിൽ നിലവിളക്കുകൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഭയുടെ നടുവിൽ നിന്ന് കർത്താവ് ഒരിക്കലും മാറിപ്പോകത്തില്ല. മഹാദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ ഇഷ്ടം പോലെ തിരുവഴുത്തിൽ കിടപ്പുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം. അപ്പോൾ നമ്മുടെ കർത്താവ് ആധികാരികമായി പറഞ്ഞ വാക്കാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു എന്നാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിളക്കിന്റെ ഒരുപാട് പ്രത്യേകതകളിൽ മറ്റൊന്ന്, ഇത് വൈകുന്നേരം മുതൽ പ്രഭാതം വരെ പ്രകാശിക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? വൈകുന്നേരം മുതൽ പ്രഭാതം വരെ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും. ഒരു ദൈവ പൈതൽ രാത്രി മുഴുവനും പ്രകാശിക്കണം. അതിന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം തിരുവഴുത്തിൽ കൂടെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഈ വിളക്ക് രാത്രി മുഴുവനും പ്രകാശിച്ചുകൊണ്ടിരിക്കണം. രാത്രി മുഴുവനും പ്രകാശിച്ചുകൊണ്ടിരിക്കണം. ലേവ്യ പുസ്തകം 24:3 ഒന്ന് വായിച്ച് വേഗത്ത്. ലേവ്യ 23:1, 24:3. ലെവിറ്റിക്കസ് ചാപ്റ്റർ 24 വേഴ്സ് 3 വായിച്ചോ. സാക്ഷ്യത്തിന് തിരശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വെക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആകുന്നു. ഇത് തലമുറയായിട്ട് എന്നേക്കുമുള്ള ചട്ടം. വാസ്തവത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന വസ്തുത നമ്മൾ ശ്രദ്ധിക്കണം. വൈകുന്നേരം മുതൽ പ്രഭാതം വരെ. ഇനി ഇതിന് ഇണവാക്യങ്ങൾ ധാരാളമുണ്ട്. ഒരു വാക്യം കൂടെ വേണമെങ്കിൽ കുറിച്ചെടുക്കാം. പുറപ്പാട് പുസ്തകം 27:21. 27-ാം അധ്യായം 21-ാം വാക്യത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ അവിടെയും പറഞ്ഞിരിക്കുന്നു, അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണമെന്നാണ്. അപ്പോൾ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും കത്തേണ്ടതാണ്. സമാഗമന കൂടാരം എന്ന ദേവാലയത്തിന്റെ അകത്തുള്ള വിളക്ക് രാത്രി മുഴുവനും കത്തിയേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് കത്തണം? രാത്രി മുഴുവൻ കത്തിയാൽ മാത്രമേ ആലയത്തിന് പ്രകാശം കിട്ടത്തുള്ളൂ. ആലയത്തിന് പ്രകാശം കിട്ടുക മാത്രമല്ല, ആലയത്തിനകത്തുള്ള സകല കാര്യാദികളും നഗ്ന നേത്രങ്ങൾ കൊണ്ട് വളരെ കൃത്യമായി കണ്ട് നിർവഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാത്രി മുഴുവനും
കത്തിക്കൊണ്ടിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് പ്രിയരെ, ഇത് രാത്രിയാണ്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ രാത്രിയെ കുറിച്ചല്ല. നമ്മൾ പാർക്കുന്ന ഈ കാലഘട്ടം ഇത് രാത്രി, ഈ യുഗം ഇത് രാത്രി. അതിന്റെ തെളിവ് വിശുദ്ധ പൗലൂസ് തന്റെ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റോമർക്കെഴുതിയ ലേഖനം പരിശോധിക്കുമ്പോൾ റോമാലേഖനം 13:12-13 ദയവായിട്ടൊന്ന് വായിക്കണം. എങ്കിലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. റോമർ 13:12-13 വായിച്ചോ. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് കണ്ടോ? നാം ഇരുട്ടിന്റെ രാത്രി കഴിവാറായി. അപ്പോൾ ഇത് രാത്രിയാണ്. ഈ കാലഘട്ടം രാത്രി, ഇത് അന്ധകാര യുഗമാണ്. അപ്പോൾ രാത്രി കഴിവാറായി. എന്നും ഈ രാത്രി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കത്തില്ല. നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവത്തിന്റെ സൃഷ്ടിയിൽ പകലും രാത്രിയും ആക്കി തീർക്കുവാൻ വേണ്ടി പകൽ പ്രകാശിക്കുവാൻ വലിപ്പമുള്ള വെളിച്ചം, രാത്രി പ്രകാശിക്കുവാൻ വലിപ്പം കുറഞ്ഞ വെളിച്ചം, അതായത് സൂര്യനും ചന്ദ്രനും. അപ്പോ സ്വർഗത്തിലെ ദൈവം പകലും രാത്രിയും തമ്മിൽ തിരിച്ചെങ്കിൽ ഇന്ന് ഈ ലോകത്തെ, ഈ കാലഘട്ടത്തെ, ഈ യുഗത്തെ തിരുവെഴുത്ത് വിളിച്ചറിയിക്കുന്നത് ഇത് രാത്രി എന്നാണ്. അതിന്റെ അർത്ഥം ഒട്ടും വൈകാതെ ഒരു പ്രഭാതം പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്നു. ഓൾറൈറ്റ്, പൗലോസ് പറയുന്നു രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ കമോൺ വായിച്ചോ. ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. താങ്ക് യു. മതി, പിന്നെ വായിക്കാം. അപ്പോൾ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. അതിനു മുമ്പ് ചെയ്യേണ്ടത് ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളയണം. അപ്പോൾ ഇത് അന്ധകാര യുഗമാണെന്നും രാത്രി ആണെന്നും നമ്മൾ തിരുവെഴുത്തിൽ കൂടെ മനസ്സിലാക്കി. ഇത് രാത്രിയാ, ഇന്ന് രാത്രിയെ കുറിച്ചല്ല, ഈ കാലഘട്ടം രാത്രിയാണ് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഭൂലോകത്തെമ്പാട് നടക്കുന്ന ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്. അപ്പോൾ ഈ ഇരുട്ടിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം, ധരിക്കണം, ധരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. അതിലൊന്ന് ആയുധവർഗം. അത് അപ്പോസ്തലനായ പൗലൂസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നതാണ്. ആയുധവർഗം പ്രധാനപ്പെട്ട 6 എണ്ണം നമ്മൾ ധരിക്കണമെന്നാണ് അവിടെ പൗലൂസ് പറഞ്ഞിരിക്കുന്നത്. അരയ്ക്ക് സത്യം കെട്ടിയും, നീതി എന്ന കവചം ധരിച്ചും, പിന്നെ രക്ഷ എന്ന ശിരസ്ത്രം തലയിൽ വെച്ചും, സമാധാന സുവിശേഷത്തിനായുള്ള ചെരുപ്പം, ഒരുക്കം കാലിന് ചെരുപ്പായിട്ടും, പിന്നെ വിശ്വാസം എന്ന പരിചയ പിടിച്ചും, എന്തിനേറെ വചനമെന്ന ആത്മാവിന്റെ വാള് കയ്യിലേന്തിയും കൊണ്ട് ഒരു ദൈവ പൈതൽ സാക്ഷാൽ പടയാളിയായിട്ട് നിലകൊള്ളണം. ഈ 6 ആയുധങ്ങളും ചലിക്കണമെങ്കിൽ 7-മതൊരു വസ്തു അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ ഇത് 6ഉം വർക്കൗട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെളിച്ചത്തിന്റെ ആയുധവർഗം, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചാൽ മാത്രമേ ഇരുട്ടിന്റെ പ്രവർത്തികളെ വെട്ടി വീഴ്ത്തി ജയം കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, അടുത്ത പൗലൂസ് പറയുന്നു, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക എന്നാണ്. ഇത് രാത്രിയാ, പക്ഷെങ്കിൽ രാത്രിയുടെ മറവിൽ എന്തും ഏതും ചെയ്യാമെന്നോർത്ത് നോക്കണ്ട. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക. ലോകത്തോടുള്ള, ജനതയോടുള്ള മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ച് ദൈവജനത്തോടും. എന്ന് പറഞ്ഞാൽ വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശൈനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളണമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന സത്യം, ഇത് രാത്രി യുഗമാണ്. അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകാതെ ഒരു മനോഹരമായ പ്രഭാതം വെളിപ്പെടാൻ പോകുന്നു. നീതി സൂര്യൻ എത്രയും വേഗത്ത് വെളിപ്പെടും. നീതി സൂര്യൻ വെളിപ്പെടുമ്പോൾ ഈ ഇരുൾ അങ്ങ് മാറും. ഈ ഇരുൾ മാറുമ്പോൾ വാസ്തവത്തിൽ സാക്ഷാൽ പ്രകാശം ഇവിടെ വെളിപ്പെടുമ്പോൾ പിന്നെ ഇവിടെ ഈ ഭൂമിയിൽ ഇരുട്ടിന്റെ പ്രവർത്തികൾക്ക് ഒരു സ്ഥാനവും ഇല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവ് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സാക്ഷാൽ സത്യ വെളിച്ചം, ആ കർത്താവായ യേശുക്രിസ്തു നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്നാണ്. അത് കാരണം അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും
മൂടുമ്പോൾ ഇതിന്റെ നടുവിൽ പ്രകാശിക്കുവാനുള്ള സത്യ വെളിച്ചമായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് രാത്രി മുഴുവനും അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ ഇത് കത്തിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഇത് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട വസ്തുത എന്താ? പ്രധാനപ്പെട്ട വസ്തുത എന്നറിയാമോ? ഈ വിളക്ക് കത്തണമെങ്കിൽ ചുമ്മാ വിളക്ക് കത്തത്തില്ല. ഈ വിളക്ക് കത്തണമെങ്കിൽ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വസ്തു വേണം. അതിന്റെ പേരാണ് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. അപ്പോൾ എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിളക്ക് കത്തത്തുള്ളൂ. അപ്പോൾ ഈ വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ചാണ് കത്തിക്കുന്നത്. ഒന്ന് വായിക്കൂ, ലേവ്യ പുസ്തകം 24-ന്റെ 2-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാം. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. എന്തെങ്കിലും കൊണ്ടുവന്നാൽ പറ്റത്തില്ല, എണ്ണ കൊണ്ടുവന്നാൽ പറ്റത്തില്ല, ഒലിവെണ്ണ. ആ ഒലിവെണ്ണ എന്ന് പറഞ്ഞാലും പറ്റത്തില്ല, അതിനെ ഇടിച്ച് തെളിച്ചെടുക്കണം. വാസ്തവത്തിൽ സഭയ്ക്കകത്ത് വന്ന് കയറിക്കഴിഞ്ഞാൽ ഈ അനുഭവത്തിലായിരിക്കണം, എങ്കിലേ വിളക്ക് കത്തത്തുള്ളൂ. എന്ത് അനുഭവം? അല്പം പോലും കരടോ അല്ലെങ്കിൽ മട്ടോ മറ്റൊന്നും അതിനകത്ത് പാടില്ല. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. ഈ എണ്ണ വാസ്തവത്തിൽ ഇത് പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്, പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. വെള്ളമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ജനം നിറയ്ക്കപ്പെടുന്നതിനെയും എണ്ണ ആത്മാവിനാലുള്ള അഭിഷേകത്തെയാണ് ഇത് കാണിക്കുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കാണിക്കുന്നു. ഇതെല്ലാം വ്യത്യസ്ത സാമ്യങ്ങളുള്ള പദങ്ങളാണ് പരിശുദ്ധാത്മാവിന്. പക്ഷെ ഇത് ഓരോന്നിനും ഓരോ ഗുണമാണ്. പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ. എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തിയെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ശക്തിയുള്ള ഒരു വ്യക്തി. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ കഴിവുള്ള ശക്തനായ പരിശുദ്ധാത്മാവ്, ശക്തിയുള്ള പരിശുദ്ധാത്മാവ്. അത് കാറ്റുപോലെ വീശും. ഓൾ റൈറ്റ്. അപ്പോൾ കാറ്റ് എവിടെ നിന്ന് വരുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം, കാറ്റ് വരേണ്ട സമയത്ത് വന്നാൽ ആ കാറ്റിനെ ചെറുക്കാൻ വേറെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമുക്കറിയാമല്ലോ, അമേരിക്കയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ പേരുകൾ കൂടെ ഓർമ്മയില്ല. റീത്ത, കത്രീന, ഇങ്ങനെ കുറെ പേരുകളാൽ അറിയപ്പെട്ട സാധനം അത് കാറ്റാണ്. ആ വൻ കാറ്റ് വീശിയപ്പോൾ നാശനഷ്ടങ്ങൾ അന്ന് നമ്മൾ വാർത്തയിലൂടെ കണ്ടതാണ്. കണ്ടോ കാറ്റിന്റെ ശക്തി? എന്നാൽ ദൈവസഭയ്ക്കകത്ത് വീശുന്ന കാറ്റെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന കാറ്റാണ്. പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് വീശുമ്പോൾ ശക്തിഹീനരായിരിക്കുന്ന വ്യക്തികൾ ശക്തന്മാരായി തീരും. വാസ്തവത്തിൽ ബലഹീനരായ നമ്മളെ കൊണ്ട് കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിക്കുന്നു അല്ലേ? സഭയിലെ വിശ്വാസികളെ കൊണ്ടാകട്ടെ, ശുശ്രൂഷകന്മാരെ കൊണ്ടാകട്ടെ, ലോകത്തിൽ വ്യത്യസ്ത ഇടങ്ങളിൽ കർത്തൃവേലയിലായിരിക്കുന്ന ദാസന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർക്ക് പറയുവാൻ ഒന്നുമില്ല. പക്ഷെ അവരെ കൊണ്ട് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കാരണം ഈ വൻ കാറ്റിന്റെ ശക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ശക്തിയെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ആ നിക്ഷേപം ഈ മൺപാത്രങ്ങളിൽ അത്രയെ പകർന്നിരിക്കുന്നത്. ഇത് കേവല ശക്തിയല്ല, ഇത് അത്യന്ത ശക്തി. അപ്പോൾ ഈ ശക്തിയാൽ നമുക്ക് കർത്താവിന് വേണ്ടി ഏതും ചെയ്യാൻ പറ്റും. ഈ ശക്തി ഇല്ലയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് മസിൽ പവർ വെച്ചോ, മണി പവർ വെച്ചോ, ആൾ സ്വാധീനത്താലോ, പിന്നെ ഡിഗ്രി കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം, അത് ദൈവസന്നിധിയിൽ വിജയപ്രദമായി തീരത്തില്ല. ഡിഗ്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലേലും അത് വിഷയമല്ല. ഈ പരിശുദ്ധാത്മാവാകുന്ന ശക്തി എന്റെ മേൽ വീശണമേ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ നീങ്ങുന്ന ഒരു വ്യക്തിയെ
ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കും. ആ ശക്തിയാൽ നമുക്ക് കർത്താവിന് വേണ്ടി എന്തും ഏതും ഏത് സ്ഥലത്തും സാഹചര്യത്തിലും ചെയ്യാൻ സാധിക്കും, വിജയം കരസ്ഥമാക്കുവാൻ കഴിയും. ഓക്കെ, താങ്ക് യു. ദൈവം നമ്മെ അതിനായി ബലപ്പെടുത്തട്ടെ. കണ്ടോ, പരിശുദ്ധാത്മാവ് ശക്തി, കാറ്റ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കാണിക്കുന്നു. ഇനി അടുത്ത അഗ്നി അല്ലെ, പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരുന്നവരുടെ മേൽ അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ടതെന്നാണ്. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. പണ്ട് മീൻ പിടിച്ചുകൊണ്ട് നടന്ന കാലഘട്ടത്തിൽ അവരെ നാവ് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെ അസ്തോദ്യ ഭാഷയെന്നറിയാമോ തൊടുത്ത് വിട്ടത്. വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വായിൽ കൂടെ പുറപ്പെടുന്ന വാക്കുകൾ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് മത്സ്യത്തൊഴിലാളികളും കൂടെ ആയിരുന്നു പത്രോസും കൂട്ടരും ഒക്കെ. പക്ഷെ അവരെ കർത്താവ് രക്ഷിച്ച് അവരെ ദൈവസഭയ്ക്കകത്താക്കി സഹിയോൻ മാളിക മുറിയിൽ അവർ വന്ന് മുട്ടുമടക്കി കാത്തിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അങ്ങോട്ട് തുറന്നു വിട്ടു. ഇവരങ്ങോട്ട് വായു തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. അതിന്റെ പേരാണ് അന്യഭാഷ. ദയവായി ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ അന്യഭാഷ എന്ന് പറയുന്നതിനെ പരിമിതപ്പെടുത്തരുത്. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നമ്മൾ കൊണ്ടു നടക്കരുത്. ഇത് അത്യന്ത ശക്തിയാണ്. ഇതൊരു 3 പാട്ട് പാടി 3-ാമത്തെ പാട്ടിന്റെ അവസാന സന്ദർഭത്തിൽ എത്തുമ്പോൾ ഒരു ക്ലൈമാക്സിൽ എത്തിക്കേണ്ടതല്ല. വാസ്തവത്തിൽ ഒരു ദൈവ പൈതൽ തിരുവഴുത്തിൽ കൂടെ തിരിച്ചറിയേണ്ടത്, പ്രാർത്ഥനയ്ക്ക് പാടുവാൻ വേണ്ടി മുട്ടുമടക്കുമ്പോൾ തന്നെ ആത്മാവ് നിറഞ്ഞു വേണം മുട്ടുമടക്കി കൈയടിച്ച് പാടാൻ. 3-ാമത്തെ പാട്ടിലോ 4-ാമത്തെ പാട്ടിലോ അല്ല ആത്മാവ് വെളിപ്പെടേണ്ടത്. ആത്മാവ് നിറഞ്ഞവരായി എന്നാണ് പൗലൂസിന്റെ പ്രഖ്യാപനം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ഹൃദയങ്ങളിൽ പാടിയും. കണ്ടോ, ആത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ആത്മാവ് നിറഞ്ഞവരായെന്ന് പറയുമ്പോഴത്തേക്കും സ്വർഗത്തിലെ ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഏത് സമയത്തും അഗ്നി ജ്വാല പോലെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളറയിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനുള്ള ശുദ്ധീകരണത്തെ, അഗ്നിയുടെ ഒരു ജോലി ശുദ്ധീകരിക്കുക. കത്തി കരിച്ച് കളയേണ്ടതിനല്ല, കരിച്ച് ചാരമാക്കി അങ്ങ് തീർത്ത് അവിടെ വൃത്തിയാക്കുക, വെടിപ്പാക്കുക. ഓൾ റൈറ്റ്. ഇനി നമുക്ക് മറ്റൊരു വസ്തുത കാണാൻ സാധിക്കുന്നുണ്ട്. പ്രാവ്, പരിശുദ്ധാത്മാവിനെ പ്രാവിനോട് ഉപമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പ്രാവെന്ന് പറയുന്നത് ആത്മാവിന്റെ വിശുദ്ധിയെ കാണിക്കുന്നു. ആത്മാവിന്റെ വിശുദ്ധിയെ കാണിക്കുന്നു. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, പ്രാവ് ഒരിക്കലും ചള്ള കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ കാല് കുത്തത്തില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ബൈബിളിലുണ്ട്. നോഹ പണിത പെട്ടകത്തിൽ നിന്നും ആദ്യ കാക്കയെ പുറത്തു വിട്ടു. അത് പോയും വന്നും പോയും കൊണ്ടിരുന്നത് കൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. രണ്ടാമത് വെള്ളം വറ്റിയോ നിലം ഉണങ്ങിയോ എന്ന് അറിയേണ്ടതിന് ഒരു പ്രാവിനെ പുറത്തേക്ക് വിട്ടു. പ്രാവിനെങ്ങും കാല് വെക്കുവാൻ പറ്റാഞ്ഞിട്ട് നേരെ തിരിച്ച് പെട്ടകത്തിൽ തന്നെ വന്നു. നോഹ കൈനീട്ടി അതിനെ പിടിച്ച് അകത്താക്കി. അപ്പോൾ പ്രാവ് വിശുദ്ധിയെ കാണിക്കുകയാണ്. ദൈവമക്കളായ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ജീവിതം നയിപ്പാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ശക്തിയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുവാനും, അതുപോലെ തന്നെ ശുദ്ധീകരണം ജീവിതത്തിൽ അനിവാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാസ്തവത്തിൽ ശുദ്ധീകരണം അനുദിനവും പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാനും, എന്തിനേറെ എണ്ണയോട് സാമ്യപ്പെടുത്തിയിരിക്കുമ്പോൾ ആ എണ്ണ അഭിഷേകത്തെ കാണിക്കുന്നത് കൊണ്ട് ദൈവത്താൽ നമുക്ക് പകരപ്പെട്ട അഭിഷേകം നഷ്ടപ്പെടാതെ അതിന്റെ നിറവിൽ നമ്മൾ ജീവിക്കണം. ഓക്കെ, അപ്പോൾ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. എനിക്ക് 2 വാക്ക് വിഷയമായി വിശദീകരിക്കേണ്ടതുണ്ട്. ആലയത്തിനകത്ത് വന്നത് ഒലിവ് കായല്ല, അതായത് അതിനകത്തുള്ള ആ പരിപ്പല്ല, എണ്ണയുമല്ല, മറിച്ച് ഈ ഒലിവ് കായെ ചക്കിലിട്ട് ചതച്ച് അതിനകത്തുള്ള എണ്ണ എടുത്തിട്ട് അതിനെ തീർത്തും ഒരു ഭാഗത്ത് വെച്ച് അതിനെ കംപ്ലീറ്റ് അതിന്റെ മട്ടെല്ലാം അടിയുവാൻ വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം തീർത്തും ആ തെളിവുള്ള ആ എണ്ണ നോക്കിയാൽ നമുക്ക് നന്നായിട്ട് സ്പഷ്ടമായിട്ട് അതിനകത്ത് എന്തുണ്ടെങ്കിലും കാണാൻ സാധിക്കും. അതാണ് തെളിഞ്ഞ എണ്ണ, തെളിവുള്ള എണ്ണ.
അത്തരത്തിൽപ്പെട്ട എണ്ണയാണ് സഭയ്ക്കകത്ത് കൊണ്ടുവന്നത്, ആലയത്തിൽ കൊണ്ടുവന്നത്. ഓക്കെ, ചില ആളുകൾ ഒരു കന്നാസ് നിറയെ കൊണ്ടുവരും, പക്ഷേ അതിനകത്ത് എല്ലാ ചപ്പും ചവറും കാണും. അത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. സഭയ്ക്കകത്ത് കൊണ്ടുവരേണ്ടത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. വളരെ ശ്രദ്ധിക്കൂ, സ്വർഗത്തിലെ ദൈവം നമ്മെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നത് ഇടിച്ച് ചതച്ച് പരുവമാക്കി തെളിവുള്ള ഒലിവെണ്ണയാക്കിയായിട്ടാണ് കൊണ്ടുവന്നത്. അവിടെ സഭയ്ക്കകത്ത് വന്നതിന് ശേഷം നമ്മൾ ആകാത്ത ഒരൊറ്റ പരിപാടിക്കും കയ്യോ കാലോ നീട്ടരുത്, നാക്കനക്കരുത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം കടുപ്പമായി തോന്നിയാലും എനിക്ക് ഈ സത്യാവസ്ഥ വ്യക്തമായി വിശദീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സഭയ്ക്കകത്ത് തെളിവുള്ള ഒലിവെണ്ണയാണെങ്കിൽ വാസ്തവത്തിൽ തെളിവ് യാതൊരു വഴക്കോ ചണ്ടയോ അഭിപ്രായ വ്യത്യാസമോ വാക്പോരോ മറ്റൊരു പ്രശ്നവും സഭയ്ക്കകത്ത് പാടില്ല. സഭയ്ക്കകത്ത് തെളിവുള്ള ഒലിവെണ്ണ, നല്ല തെളിച്ചമുള്ളതാണ്. ആ എണ്ണ സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ കത്തും. ചില സഭകൾ പല സ്ഥലങ്ങളിലും മുരടിക്കുവാൻ കാരണം തെളിവുള്ള എണ്ണയ്ക്കകത്ത് എങ്ങനെയോ ആകാത്ത വസ്തുക്കൾ കയറിക്കഴിഞ്ഞു. അങ്ങനെ കയറിയാൽ പിന്നെ നോക്കണ്ട, സഭയുടെ വളർച്ചയെ ഹനിപ്പിക്കും, വളർച്ചയെ ബാധിക്കും. വളരേണ്ട സ്ഥാനത്ത് സഭ അറിയാതെ തളർന്ന് ക്ഷീണിച്ചു പോകും. അത് വരരുത്. അപ്പോൾ ഈ എണ്ണ കൊണ്ട് കൊടുക്കും ജനം, ആ എണ്ണ ഈ വിളക്കിന് ഉപയോഗിക്കുന്നു. ഇനി പാവം പുരോഹിതന്മാരുടെ അവസ്ഥ നോക്കിയേ. നമ്മൾ സഭാംഗന കൂടാതെ ഞാൻ തിരിച്ചു മറിച്ചും പഠിച്ചിട്ട് അതിനകത്ത് എങ്ങും ഒരു ചെയറോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു കൊരണ്ടി പോലും ഞാൻ കണ്ടില്ല. ഒരുപാട് ഉപകരണങ്ങൾ സബ്ബായിട്ടുണ്ട്, പക്ഷെങ്കിൽ ഒരു കൊരണ്ടി പോലും അതിനകത്ത് ഞാൻ കണ്ടില്ല. അഥവാ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ കൂടെയോ ഒരു റെഫറൻസ് തന്നാൽ ഞാനത് അംഗീകരിച്ചോളാം. പക്ഷെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം മനസ്സിലായോ? പുരോഹിതന്മാർക്ക് ഒരു റെസ്റ്റുമില്ല. റെസ്റ്റ് ഇല്ലാതെ അധ്വാനിക്കേണ്ട ഒരു കൂട്ടർ ഇന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അവരുടെ പേരാണ് പുരോഹിത വർഗം. ആ പുരോഹിത വർഗം എന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആരാണ്? ജാതി, മതവർഗ, വർണ്ണ, കുല, നിറ, ഗോത്ര, ഭാഷ വ്യത്യാസം കൂടാതെ ലോകമെമ്പാടും പാർക്കുന്ന മനുഷ്യവർഗത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അതാത് സന്ദർഭങ്ങളിലായി വിളിച്ച് വേർതിരിച്ച് തന്റെ തങ്കച്ചോര കൊണ്ട് ശുദ്ധീകരിച്ച് ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർത്ത വിശുദ്ധന്മാരുടെ സംഘമാണ് വാസ്തവത്തിൽ പുരോഹിത വർഗം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വേദവാക്യമാണ് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും. ദയവായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രിയ സിസ്റ്റർ ആ വാക്യം ഒന്ന് വായിച്ച് ഒന്ന് കേൾപ്പിച്ച്, ഞാൻ പറഞ്ഞു വിട്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി ആ വാക്യം ഒന്ന് വായിക്കൂ. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഓക്കെ, നമ്മൾ അവിടെ വായിച്ചപ്പോൾ കണ്ടല്ലോ, രാജകീയ പുരോഹിത വർഗം. ഇത് രക്ഷിക്കപ്പെട്ട സകലതയോ കുഞ്ഞുങ്ങളെ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ പുരോഹിതന്മാരായ നമ്മൾ, പുരോഹിതന്മാരെന്ന് ഇവിടെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട സകലരെയും രാജകീയ പുരോഹിത വർഗം. നമുക്കിവിടെ വിശ്രമമില്ല. ഓൾറൈറ്റ്, വിശ്രമരഹിതമായി കർത്തൃവേലയിൽ വ്യാപൃതരാകേണ്ടവരാണ് നമ്മൾ. എത്ര ഡ്യൂട്ടി ഭാരമുണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും ഒരു കാരണവശാലും കൂട്ടായ്മ മുടങ്ങാൻ ഇടവരരുത്. കൂട്ടായ്മ മുടക്കരുത്, ആരാധന മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്. ഓക്കെ, ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ ജനത്തോട്, നമുക്ക് സഭായോഗം മുടക്കാമെന്ന് ദൈവം ഓർഡർ തന്നിരിക്കുകയല്ല, എങ്കിലും ന്യായമായി. പ്രധാനമായിട്ട് 2 കാരണങ്ങൾ. ഒന്ന്, കിടപ്പ് രോഗിയായി കിടപ്പിലായി പോയി, യോഗത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. 2, നമ്മുടെ ഭവനത്തിന്റെ അകത്തുള്ള രക്തബന്ധത്തിൽപ്പെട്ട പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണം. അപ്പൊ ഇങ്ങനെയുള്ള ചില അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് യോഗങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് തലങ്ങളിലും സർവീസുകളിലൊക്കെ ആയിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഡ്യൂട്ടികളൊക്കെ മാറി വന്നാൽ യോഗത്തിന് അറ്റൻഡ് ചെയ്യുവാൻ ആ സമയത്ത് പറ്റത്തില്ല. അത് ബാധകമല്ല. പക്ഷെങ്കിൽ ഇതൊന്നും കൂടാതെ
കൂട്ടായ്മ മുടക്കി അല്ലെങ്കിൽ ആരാധന പ്രാർത്ഥന മുടക്കി മറ്റൊരു വിഷയങ്ങൾക്ക് ഒരു കാരണത്താലും നമ്മൾ ഇടപെടാൻ പാടില്ല. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനല്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വരുമ്പോഴുണ്ടല്ലോ, അടിസ്ഥാന ഉപദേശങ്ങൾ 7 കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു 46-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2:46, അവർ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്നതാണ്. ദിനംപ്രതി, ഡെയിലി ഓർ ഡേ ബൈ ഡേ, അനുദിനവും, ഒരു ദിവസം പോലും മുടങ്ങാതെ. എന്തിനാ വന്നത്? അവർ വന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ. ഓൾ റൈറ്റ്. അപ്പോൾ വിശ്രമരഹിതരായി ശുശ്രൂഷ ചെയ്തവരാണ് പഴയ നിയമത്തിലെ മഹാപുരോഹിതനും പുരോഹിതന്മാരും. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും പുരോഹിത വർഗം. നമ്മൾ വിശ്രമരഹിതരായി കർത്താവിന്റെ സേവയിൽ വ്യാപൃതരാകേണ്ടവരാണ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. ഓക്കെ. അപ്പോൾ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ, ഈ ഒലിവെണ്ണ കൊണ്ട് വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, പുരോഹിതന്മാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അവരാ എണ്ണ വാങ്ങി ആ വിളക്കിൽ ഒഴിച്ച് തിരി കത്തിച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ 7 ദീപങ്ങൾ ഒരുപോലെ പ്രകാശിക്കുകയാണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, പുരോഹിതന്മാര് അവിടെ രാത്രി അവർ ഒട്ടും ഉറങ്ങുന്നില്ല എന്നല്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവർ വിളക്കിന്റെ അരികത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനാ റൗണ്ട് ചെയ്യുന്നത്? 7 ദീപങ്ങൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മങ്ങും. കണ്ടോ? സഭയ്ക്കകത്താണ് വിളക്ക്, ദേവാലയത്തിന്റെ അകത്താണ് വിളക്ക്. ആ വിളക്ക് രാത്രി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് മങ്ങും. 7 ദീപങ്ങളിൽ ഓരോന്നോരോന്നായി മങ്ങാൻ തുടങ്ങും. ശ്രദ്ധിച്ചില്ലെങ്കിൽ 7 മങ്ങും. മങ്ങാതെ സൂക്ഷിക്കേണ്ട ഡ്യൂട്ടിയാണ് സ്വർഗത്തിലെ ദൈവം പുരോഹിതന്മാരെ ഏൽപ്പിച്ചത്. അവരെ ജോലി ഈ വിളക്ക് മങ്ങാതെ സൂക്ഷിക്കണം. മങ്ങാൻ കാരണങ്ങൾ ഒന്നിലധികം. അതിലൊന്ന്, കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണോ, കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ കരിന്തിരി അല്ലെങ്കിൽ കാർബൺ, കരിക്കഷ്ണം ഓട്ടോമാറ്റിക് ആയിട്ട് രൂപം കൊള്ളും. ആ തിരി കത്തി കത്തി വരുമ്പോൾ കാർബൺ അടിഞ്ഞു കൂടും. അങ്ങനെ കരിന്തിരി കൂടുമ്പോൾ മങ്ങലേൽക്കും. മങ്ങലേൽക്കുമ്പോൾ പുരോഹിതൻ കണ്ണേ കയ്യേ എന്ന് നോക്കി നിന്ന് ചെയ്യുന്ന ഒരു പരിപാടി, ഒന്ന് കത്രിക കൊണ്ട് ആ കരിന്തിരി കഷ്ണം കണ്ടിച്ചല്ലെങ്കിൽ മുറിച്ചങ്ങ് കളയും. മുറിച്ച് കളഞ്ഞിട്ട് അത് ശേഖരിക്കേണ്ട പാത്രമുണ്ട്, മുറിച്ച് അതിനെ മാറ്റിയിട്ട് ചവണ കൊണ്ട്, ആ ചവണയും തനി തങ്കം കൊണ്ട് നിർമ്മിച്ചതാ, ആ തിരി കുറച്ചുകൂടെ ചൂണ്ടി വെക്കും, അല്ലെങ്കിൽ ഒന്നുകൂടെ പൊക്കി ഉയർത്തി വെക്കും. അപ്പോഴത്തേക്ക് ആ മങ്ങിയ മങ്ങലങ്ങ് മാറും. ഇനി മങ്ങൽ മാറിയാൽ മാത്രം പോരാ, തെളിച്ചൽ വേണമല്ലോ, കുറച്ച് തെളിയണമല്ലോ. പഴയതുപോലെ തെളിയേണ്ടതിന് എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ദീപത്തിൽ നേരത്തെ പകർന്ന എണ്ണ കുറഞ്ഞു, കത്തിക്കൊണ്ടിരിക്കുന്നോട് കുറയും. കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പുരോഹിതൻ അവിടെ ജനം കൊണ്ടുകൊടുത്ത ആ തെളിവുള്ള ഒലിവെണ്ണ ആ കുറഞ്ഞ ആ ദീപങ്ങളിൽ ഒഴിച്ചു കൊടുത്തു, ആ വിളക്കുകൾ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? സഭയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് കാത്തിരിപ്പും, ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകത്തില്ല. അതൊക്കെ ഞങ്ങളുടെ കൊച്ചുപ്രായത്തുള്ള അത് ഒരു മാസ്റ്റർ പീസായിരുന്നു കാത്തിരിപ്പ്. ഞങ്ങൾക്ക് എന്നാ ഹോബി എന്നറിയാമോ? വാസ്തവത്തിൽ ഞങ്ങളുടെ ഹോബി ആത്മാവിന്റെ തീക്ഷ്ണതയല്ല, ഞങ്ങളുടെ അന്നത്തെ ജീവിതമൊക്കെ പറയാൻ പറ്റത്തില്ല കേട്ടോ. പട്ടിണിയുടെ മേൽ പട്ടിണി. ഒരു പാസ്റ്റർ മകനായിട്ട് പിറന്നു വീണു പാഴ്സനേജിൽ. ചരിത്രം പറയാൻ തുടങ്ങിയാൽ മാസങ്ങളെടുത്ത തീരത്തില്ല, അത്ര കഷ്ടപ്പാടാ. ഞങ്ങള് എന്തായാലും ഇപ്പൊ അനുഭവം പറഞ്ഞാൽ പറ്റത്തില്ല, അതിന്റെ ആവശ്യമില്ല. എങ്കിലും ഞങ്ങളൊരു കാത്തിരിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത്, കാത്തിരിപ്പ് യോഗം വരുമ്പോൾ അഭിഷേകം പ്രാപിക്കാമെന്നല്ല, അതൊക്കെ പുറമേ ഞങ്ങൾ കാണിക്കുക. അന്ന് ഞങ്ങൾ കൊച്ചും പ്രായം, കൗമാരപ്രായത്തിലോട്ട് എത്തുന്നതേ ഉള്ളൂ. ബാല്യങ്ങൾ പട്ടിണി നിമിത്തം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടി. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാത്തിരിപ്പ് യോഗം വരുമ്പോൾ പാസ്റ്റർമാരെ വിളിക്കും, ചിലപ്പോൾ പാസ്റ്റർമാരുടെ ഒരു ടീമിനെ വിളിക്കും. എൻ്റെ അമ്മച്ചി എന്ന പരിപാടി ഈ റേഷൻ അരി മേടിച്ച് നേരത്തെ സ്വരൂപിച്ച് വെക്കും, ഇങ്ങനെ വരുന്ന മീറ്റിങ്ങിന് വേണ്ടി പാകം ചെയ്യാൻ. ഞങ്ങൾക്കല്ലാതെ കിട്ടുന്ന ഡെയിലി രാത്രിയും പകലും ഒക്കെ ഈ കപ്പ കഷ്ണങ്ങൾ മാത്രമാണ്. അതും വയറു നിറയെ ചിലപ്പോൾ കിട്ടത്തില്ല. ചോറെന്ന് പറഞ്ഞ സാധനം കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു കാത്തിരിപ്പ് വരണം. അപ്പോൾ ഈ കാത്തിരിപ്പിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. പ്രധാന ലക്ഷ്യം ചോറും സാമ്പാറുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അപ്പച്ചൻ സഭയ്ക്കകത്ത് കാത്തിരിപ്പ്, ഉപവാസ പ്രാർത്ഥന, ബൈബിൾ സ്റ്റഡി, വർഷത്തിൽ ഒന്നെങ്കിലും ഒരു കൺവെൻഷൻ, ഇതൊക്കെ ത്യാഗം സഹിച്ച് വയ്ക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി എണ്ണ ഒഴിച്ചു കൊടുത്തില്ല എങ്കിൽ ദീപം മങ്ങും. സഭയ്ക്കകത്ത് ദൈവം മനസ്സലിഞ്ഞിട്ട് ഉപവാസ പ്രാർത്ഥനയും കാത്തിരിപ്പ് യോഗവും ബൈബിൾ സ്റ്റഡിയും
പിന്നെ യൂത്ത് സെമിനാറും കോൺഫറൻസും മഹായോഗങ്ങളും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ദൈവം നമുക്ക് നൽകുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും ആത്മീകരെന്ന് പറഞ്ഞാലും പാസ്റ്റർമക്കളെന്ന് പറഞ്ഞാലും ഈ പറയപ്പെട്ടത് ഇടയ്ക്കിടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അറിയാതെ അങ്ങ് മങ്ങിപ്പോകും. പിന്മാറിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല, മങ്ങിപ്പോകും. ആ മങ്ങൽ വരാതിരിക്കുവാൻ തക്കവണ്ണം ഒന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണോ, കൂടി വരും കാർബൺ കട്ടകൾ അല്ലെങ്കിൽ കരിന്തിരി കഷ്ണങ്ങൾ, അതിനെ മുറിച്ചങ്ങ് മാറ്റണം, അതിനെ വെട്ടി മാറ്റണം, തിരി ഒന്ന് ചൂണ്ടി വെക്കണം, എണ്ണ കുറയുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇത് പുരോഹിതന്മാരുടെ ജോലിയാണ്. ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? രാത്രി മുഴുവനും ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കും. മങ്ങലില്ലാതെ വണ്ണം, കെടാതെ വണ്ണം ഇത് മനോഹരമായി ഇത് പ്രകാശിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പ്രകാശിക്കുമ്പോൾ ആലയം മൊത്തം പ്രകാശം കൊണ്ട് അങ്ങ് നിറയും. പ്രകാശം കൊണ്ട് നിറയുമ്പോൾ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അതിനേക്കാളപ്പുറം മഹാദൈവത്തിന് എന്തെന്നില്ലാത്ത ആനന്ദം. കാരണം സ്വർഗത്തിലെ മഹാദൈവം പറഞ്ഞ കാര്യാദികളെല്ലാം വാസ്തവത്തിൽ തൻ്റെ ദാസന്മാരെ അക്ഷരാർത്ഥത്തിൽ അത് പാലിക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു വസ്തുത കൂടെ ഞാൻ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കണം, ഈ വിളക്കിനെ മേശയുടെ തൊട്ടപ്പുറത്തായിട്ട് തെക്ക് വശത്ത് വെച്ചല്ലോ. വെച്ചിട്ട് ഈ 7 ദീപവും മുൻപോട്ട് പ്രകാശിക്കുവാൻ കണക്കാക്കിയാണ് വെച്ചത്. മുൻപോട്ട് എന്ന് പറഞ്ഞാൽ നേരെ പടിഞ്ഞാറ് വശത്ത് അതിവിശുദ്ധ സ്ഥലത്ത് 2 ഉപകരണങ്ങൾ ഇരിപ്പുണ്ട്. അത് ഒരുമിച്ച് ചേർത്താ വച്ചിരിക്കുന്നത്. നമുക്കത് പിന്നാലെ പഠിക്കാൻ വരുന്നതാണ്. അപ്പൊ 2 ഉപകരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് സാക്ഷ്യപ്പെട്ടകം അല്ലെങ്കിൽ നിയമപ്പെട്ടകം. അതിനകത്ത് വിലപ്പെട്ട വസ്തുക്കളുണ്ട്. നമുക്ക് പിന്നാലെ പഠിക്കാം. അടുത്ത ക്ലാസ്സിനോ അതിന്റെ അടുത്ത ക്ലാസ്സുകൾക്കോ നമുക്കത് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഈ നിയമപ്പെട്ടകം കൃപാസനം, ആ കൃപാസനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിൻ്റെ മേൽ വച്ചിരിക്കുന്ന ഒരു തനി തങ്കം കൊണ്ട് നിർമ്മിതമായ പലക, തനി തങ്കം കൊണ്ട് നിർമ്മിതമായ ഒരു സ്വർണ്ണ പലക. ആ സ്വർണ്ണ പലകയുടെ പുറത്താണ് 2 കെരൂബുകളെ തനി തങ്കം കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഓൾ റൈറ്റ്, ആ കെരൂബുകൾ മുഖത്തോട് മുഖം നോക്കി ചിറക് വിടർത്തി ഇരിക്കുകയാണ്. അതാണ് നമ്മൾ തിരുവഴുത്തിൽ പല ഭാഗത്ത് കാണുന്നത്, ചിറക് വിടർത്തുന്ന കെരൂബേ. അതൊന്ന്. 2, കെറുബുകളുടെ നടുവിൽ അധിവസിക്കുന്നവനായുള്ളോവേ. അപ്പോൾ ഈ കെറുബുകൾ, കൃപാസനം, ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കൃപാസനത്തിൽ വാസ്തവത്തിൽ എന്തില്ല? വിളക്കില്ല. മീൻസ് അതിവിശുദ്ധ സ്ഥലത്ത് വിളക്കില്ല. അവിടെ സാക്ഷ്യപ്പെട്ടവൻ കൃപാസനം, അവിടെ വിളക്കില്ല. പ്രാകാരത്തിൽ വിളക്കില്ല. പ്രാകാരത്തിൽ വിളക്കിന്റെ ആവശ്യമില്ല. കാരണം മുറ്റമാണ്, അവിടെ സൂര്യപ്രകാശം കിട്ടും, അവിടെ വിളക്കിന്റെ ആവശ്യം വരുന്നില്ല. വിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും 48 പലകകളാകുന്ന മനോഹരമായ ചുമരുകൾ. പലകയാണ്, അതും ഞാൻ പിന്നാലെ വിശദീകരിച്ച് പഠിപ്പിക്കാം. അതിന്റെ അളവ്, അതെന്തുകൊണ്ട് നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എന്ത്, ഉപയോഗം എന്ത്, നമുക്ക് പിന്നാലെ അത് ചിന്തിക്കാം. അപ്പോൾ പലകകളാൽ കംപ്ലീറ്റ് ചുമരടിക്കപ്പെട്ട ഈ മനോഹരമായ ആലയത്തിന്റെ അകത്ത് പ്രകാശം നിർബന്ധം. അങ്ങനെ പ്രകാശം നിർബന്ധമാണെങ്കിൽ ആ പ്രകാശത്തിന് വേണ്ടിയാണ് ഈ വിളക്ക് നേരെ മുന്നോട്ട് കത്തിക്കൊണ്ടിരിക്കണം. ആ രീതിയിലാണ് അതിന്റെ ദീപങ്ങൾ ക്രമീകരിക്കേണ്ടത്, തിരി കറക്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെയാണ് മുന്നോട്ട്, അതായത് പടിഞ്ഞാറ് വശം. അവിടെയാണ് വാസ്തവത്തിൽ സാക്ഷ്യപ്പെട്ടകവും കൃപാസനവും ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കർത്താവ് കൽപ്പന കൊടുത്തത്? അങ്ങനെ കൽപ്പന കൊടുക്കുവാൻ കാരണം മറ്റൊന്നുമല്ല, ആ കൃപാസനത്തിൽ, അതിവിശുദ്ധ സ്ഥലത്ത്, ആ കൃപാസനത്തിലാണ് വാസ്തവത്തിൽ തേജോമയനായ ദൈവം എഴുന്നള്ളുന്നത്. പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തല്ല, അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന്റെ മേലിരിക്കുന്ന കൃപാസനത്തിന്റെ ആ കെറൂബുകളുടെ നടുവിലാണ് സ്വർഗത്തിലെ മഹാദൈവം എഴുന്നള്ളുന്നത്. അവിടെയാണ് സാക്ഷാൽ ഷെക്കേന, തിരുസാന്നിധ്യം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഈ ദീപങ്ങൾ 7 ആ മുൻപോട്ട് വേണം പ്രകാശിക്കുവാൻ. അതിന്റെ അർത്ഥം ഇത്രയാണ്, അവിടെ പ്രത്യക്ഷപ്പെടുന്ന ദൈവ മുഖത്തെ നോക്കിക്കൊണ്ട് ഈ ദീപങ്ങൾ പ്രകാശിക്കണം. നമുക്ക് കർത്താവ് ലോകത്തിൽ തന്നിരിക്കുന്ന അല്പായുസാണ്, ഒത്തിരിയൊന്നുമില്ല. ഈ അല്പായുസ് അത്രയും നമ്മൾ വാസ്തവമായിട്ടും നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ. തമ്പുരാനെ വിട്ടൊരു നോട്ടം വേണ്ട. അങ്ങനെ വന്നാൽ അത് നാശത്തിൽ കൊണ്ടെത്തിക്കും. ഞങ്ങളുടെ അനുഭവം പറഞ്ഞല്ലോ,
തൊട്ടുവിട്ടല്ലോ. അനുഭവം ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ കൗമാര പ്രായത്തെത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് എൻ്റെ അപ്പൻ്റെ ഒരു സ്നേഹിതനായ കർത്തൃദാസൻ, അദ്ദേഹം ഇന്ന് ഭൂമുഖത്തില്ല, വേല തികച്ച് കർത്തൃസിൽ ചേർക്കപ്പെട്ടു. എൻ്റെ അപ്പനെ അണ്ണ എന്നാ വിളിക്കുന്നത്, അത്ര സ്നേഹബന്ധം. ജോർജ് അണ്ണ ഒരു കാര്യം ചെയ്തേ, 2 കുഞ്ഞുങ്ങളെ, ഞങ്ങൾ 5 മക്കളാ, 2 കുഞ്ഞുങ്ങളെ ഞാന് മാവേലിക്കര എന്നൊരു അനാഥശാലയുണ്ട്, ഓർഫണേജ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർ തീർച്ചയായിട്ടും 2 കുഞ്ഞുങ്ങളെ അഡ്മിറ്റ് ചെയ്യും. 2 മക്കളെ, മൂത്ത മോനെയും വേറൊരു കുഞ്ഞിനെയും കൂടെ അവിടെ വിട്ട് പഠിപ്പിക്കുക. അപ്പൊ ആ 2 കുഞ്ഞുങ്ങളുടെ കാര്യം നന്നായിരിക്കുമല്ലോ. അപ്പോഴപ്പം പറഞ്ഞു അത് പറ്റത്തില്ല, കാരണം 2 കുഞ്ഞുങ്ങളെ അങ്ങനെ വിട്ടാൽ 3 കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കും. ആ 2 കുഞ്ഞുങ്ങൾ ഈ വീടിനകത്തുള്ള കഷ്ടപ്പാട് എന്താണെന്ന് അറിയത്തില്ല, അവരവിടെ കിടന്നങ്ങ് പഠിക്കുക. അത് വേണ്ട, 5 പേര് ഒരുമിച്ച് പഠിക്കട്ടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം മറ്റൊരു ഡയലോഗ് കൊണ്ടുവന്നു, ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. ജോർജ് അണ്ണ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഇന്ന ഒരു പ്രസ്ഥാനമുണ്ട്, അവിടെ നമ്മെ അവരുടെ ശുശ്രൂഷക്കാരായി സ്വീകരിക്കും. എൻ്റെ അപ്പൻ അന്ന് നിന്നത് സിയോൺ സംഘം എന്നറിയപ്പെടുന്ന ഒരു ഇൻഡിപെൻഡന്റ് കൂട്ടായ്മയാണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാലും 10, 85, 90 ചർച്ച സംഘം ഉണ്ട്. അതിനകത്ത് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, കൗൺസിൽ മെമ്പർ ആയിരുന്നു, എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. ആകട്ടെ, അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ നമ്മുടെ എന്നല്ല, അവിടുത്തെ ലീഡേഴ്സ് വരുമ്പോൾ ആ വരുന്ന സമയത്ത് അന്യഭാഷ പറയാതിരിക്കണം. വേറെ ഒരു കുഴപ്പമില്ല, ബാക്കി എല്ലാം സെയിമാ. ഞങ്ങളുടെ കഷ്ടപ്പാട് സഹിക്കാഞ്ഞിട്ടാണ് പുള്ളി ഒന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് ആ കാലഘട്ടത്ത് മാസം 150 രൂപ കിട്ടും. 150 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 50,000 രൂപ എൻ്റെ അടുത്ത് വരത്തില്ല. നല്ല എമൗണ്ട് അല്ലേ? അപ്പോഴത്തേക്കും പപ്പ പറഞ്ഞ്, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ പൊന്നു സഹോദര ഇറങ്ങി തിരിച്ചപ്പോൾ വെറും ഒരു ബൈബിളും കൊണ്ട് ഇറങ്ങി തിരിച്ച്. എന്നാൽ കൃപയാൽ ഇപ്പോൾ 4 സെന്റ് സ്ഥലം ഒരു പച്ച കട്ട കൊണ്ട് പണിത ഒരു കുടിലെങ്കിലും ഉണ്ടല്ലോ കയറി കിടക്കാൻ. ഇറങ്ങി തിരിക്കുമ്പോൾ അതിൽ 5 മക്കളാകുന്നത് വരെ സ്വന്തം വീടില്ല. ദൈവം ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. അപ്പൊ ഈ ഉപദേശമൊക്കെ വിട്ട് ചില നന്മയ്ക്ക് വേണ്ടി പോകണമെങ്കിൽ ഏത് പണ്ടേ പോകേണ്ടതായിരുന്നു. അതൊന്നും ചെയ്യാതെ അവിടെയെല്ലാം തരണം ചെയ്ത് ഇതുവരെ ദൈവം കൊണ്ടെത്തിച്ചെങ്കിൽ എന്നെയും എൻ്റെ മക്കളെയും വിശ്വസ്തനായ ദൈവം പരിപാലിപ്പാൻ തീർത്തും ശക്തനാണ്. അതുകൊണ്ട് വേണ്ട, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടതയിലും പ്രശംസിക്കണമെന്ന് ധൈര്യത്തിന്റെ വാക്ക് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇതുപോലെ ചില നന്മകൾ നമ്മെ നോക്കി മാടി വിളിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ തിരിഞ്ഞു കളയരുത്. എപ്പോഴും പ്രകാശിക്കേണ്ടത് അതിവിശുദ്ധ സ്ഥലത്ത് എഴുന്നള്ളുന്ന തേജോമയനായ ദൈവത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വേണം. കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ, കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കളായ നമ്മൾ, നമുക്ക് വേണ്ടി രക്തം ചിന്തി പ്രാണനെ നമുക്കായി നൽകിയ പ്രാണപ്രിയന്റെ മുഖത്തെ മാത്രം നോക്കണം. എബ്രായ ലേഖകൻ ചോദിക്കുന്ന ചോദ്യം ഗംഭീരം, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. ഇനി തീർന്നില്ല, എബ്രായ ലേഖനം 3:1-2 വാക്യങ്ങൾ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. അപ്പോൾ നമ്മൾ പ്രകാശിക്കേണ്ടത് യേശുവിനെ നോക്കിക്കൊണ്ട് വേണം. അങ്ങനെ യേശുവിനെ നോക്കിക്കൊണ്ട് പ്രകാശിച്ചാൽ ഒരു കാരണത്താലും കെട്ടുപോകത്തില്ല. കൊച്ചു കൊച്ചു മങ്ങലൊക്കെ വരും, കരിന്തിരി വരും. അത് നമ്മൾ സൂക്ഷിച്ച് മുറിച്ചു മാറ്റി സമയാസമയം ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ ക്രമീകരിച്ച് അഭിഷേകത്താൽ നിറഞ്ഞ് കാത്തി ജോലിക്കണം. ഏതുവരെ? കാഹളം മുഴങ്ങുന്നത് വരെ. പൗലോസിന്റെ വാക്കാണ് എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാം രൂപാന്തരപ്പെടുമെന്നാണ് അതേ പൗലോസ് തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു. നമ്മുടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും എന്നാണ്. കാഹളം മുഴങ്ങുന്നത് വരെ വിളിച്ച് വേർതിരിച്ച, നമുക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞ ആ പ്രാണപ്രിയനെ വിട്ട് ഇടമലം തിരിയരുത്. നമ്മളെല്ലാവരും ഈ ക്രൂശിന്റെ കള്ളനെ കുറിച്ച് പറയാറുണ്ടല്ലോ, പ്രസംഗിക്കാറുണ്ടല്ലോ. ഞാൻ ആ വാക്കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം, സമയമായെന്ന് എനിക്കറിയാം. നിങ്ങൾ ശ്രദ്ധിക്കൂ, ക്രൂശിലെ കള്ളന്മാർ 2 ഇടതും വലതും. അതിൽ ഒരു കള്ളൻ
യേശുവിനെ അംഗീകരിച്ചു, ഒരുവൻ യേശുവിനെ തിരസ്കരിച്ചു. ഒരു കള്ളൻ യേശുവിനെ അംഗീകരിക്കുവാൻ കാരണം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. ഓക്കെ. മറ്റേ കള്ളനും യേശുവിനെ നോക്കി, പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയില്ല. രണ്ടുപേരും നോക്കിയതിൽ ഒരു കള്ളൻ, അത് ഇടത്തുള്ളവനോ വലത്തുള്ളവനോ ഒന്നും ഇല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതിലൊരു കള്ളൻ എന്നാണ്. അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെട്ട കള്ളൻ എന്നുള്ള പേര് കൊടുക്കാം. ഇന്നും പാപം ആ മനുഷ്യനെ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അത് വെറും ഒരു കെട്ടുകഥയിലെ ചരിത്ര സംഭവമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കും ഇന്നും കള്ളൻ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ദയവായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പ്രവൃത്തിക്കൊത്തകൊണ്ടുള്ള പേര് കിട്ടും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയെല്ലാം ക്ലിയർ ആയിരിക്കണം. ഓൾ റൈറ്റ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ചങ്ങാതി മരിച്ച് വർഷം 2000 ആയിട്ട് ഇന്നും ലോകമെമ്പാടും ഞാൻ ഉൾപ്പെടെ ഉപദേശിമാരെല്ലാം വിളിക്കുന്ന കള്ളൻ എന്നാണ്. പിന്നെ ഒരു കാര്യം, വെറും കള്ളൻ എന്നല്ല, ക്രൂശിലെ കള്ളൻ എന്നാണ്. അതുകൊണ്ട് ഭാഗ്യവാനാണ്. അപ്പോൾ ആ ക്രൂശിലെ കള്ളൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് മനസ്സ് തകർന്നു പോയി, ഹൃദയം തകർന്നു പോയി. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു യേശുവിനോട്, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. യേശുവിന്റെ മറുപടി, എടാ, രാജ്യത്വം പ്രാപിച്ചു വരുന്നപ്പോൾ നിനക്കറിയാമോ, അതിനിയും വർഷങ്ങൾ കഴിയും. അല്ല, ഇന്ന് എന്നോടുകൂടെ നീ പർദീസായിലിരിക്കും. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയത് കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് പർദീസ സ്വന്തമാക്കി, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീർന്നു. പ്രിയ കർത്തൃകുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും യേശുവിനെ നോക്കി ഇറങ്ങി തിരിച്ച നമ്മൾ വേറെ എങ്ങും നമ്മുടെ നോട്ടം പോകരുത്. എന്ന് പറഞ്ഞാൽ സമ്പത്തിലോ മറ്റ് നന്മകളിലോ മറ്റ് അനുഗ്രഹങ്ങളിലോ യേശുവിനെ വിട്ടിട്ട്, യേശുവിനെ കൂടാതെയുള്ള ഒന്നും വേണ്ട. എന്ത് അനുഗ്രഹം കിട്ടിയാലും അത് ദൈവവചനപ്രകാരം ഉള്ളതായിരിക്കണം, ദൈവിക വ്യവസ്ഥകൾക്കൊത്തവണ്ണം ഉള്ളതായിരിക്കണം. മറ്റേതെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെയും വിശുദ്ധിയെയും വിശുദ്ധ ജീവിതത്തെയും, എന്തിനേറെ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയെയും അത് ബാധിക്കും. അത് വരാതിരിക്കുവാൻ വിശ്വസ്തയോടുകൂടെ അറിഞ്ഞ സത്യത്തിനൊത്തവണ്ണം അവസാനം വരെ ദൈവാലയത്തിനകത്ത് കെടാത്ത വിളക്കായി രാത്രി മുഴുവനും കത്തിക്കൊണ്ടിരിപ്പാൻ സർവശക്തനായ ദൈവം നമുക്കേവർക്കും ധാരാളമായി കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ശുശ്രൂഷയിൽ, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും അകമഴിഞ്ഞ അഭിവാദനം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. God bless you all. May the Lord be with you all. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.